Hi friends, today we are going to take the subject Mastering Basic to Advanced Excel Part 1. That is Excel Enhancing Productivity and Analytical Skill. Why it is still highly beneficial to study Excel even in the age of advanced AI tool like ChatGPT. നമ്മൾ ചാറ്റ് ജി പി ടി വന്നു എ ഐ ബേസ് ആയിട്ടുള്ള ചാറ്റ് ജി പി ടി വന്നെങ്കിൽ നമ്മൾ എസ് ഒക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. ആ, അതിനുള്ള അത് എന്തുകൊണ്ടാണ് നമ്മൾ എക്സൽ ഇന്നും പഠിക്കേണ്ടത് വരുന്നു? ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നമ്മൾ എക്സൽ ഇപ്പോഴും റിലവൻ്റ് ആണോ എന്ന ചോദ്യം എപ്പോഴും മനസ്സിൽ വരാം. എന്ന് വെച്ചാൽ ചോദിക്കുന്ന ഉത്തരവെല്ലാം ചാറ്റ് ജി പി ടി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എ ഐയുടെ പുതിയ പുതിയ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എക്സലിന് റിലവൻസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നൽ വരും. പക്ഷേ എക്സലിന് എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളിലൊക്കെ എക്സലാണ് മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ റീസൺ, എന്തൊക്കെയാണ് കാരണങ്ങൾ, നമ്മൾ എക്സൽ പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന വൈ എക്സൽ റിമെയിൻ റിലവൻറ്റ് ആൻഡ് എസെൻഷ്യൽ എന്നാണ് പറയുക. ആസ് എ പ്രൊഫഷണൽ, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആസ് ആൻ അക്കൗണ്ടന്റ്, വൈ എക്സൽ ഈസ് റിമെയിൻ റിലവൻറ്റ് എന്നാണ് പറയുന്നത്. Universally used, Excel is a common tool in a financial reporting, budgeting, auditing, and analysis. Most organizations expect proficiency in it. നമ്മൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് ജോലിക്ക് പോയാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻസ് മാനേജറായിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമാണ് എക്സലിലുള്ള പ്രൊഫിഷ്യൻസി. കൂടാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സൽ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. Integration. Many ERP systems and accounting software, including Tally and SAP, export data to Excel for analysis. നമുക്കറിയാം ടാലി എന്നൊക്കെ നമ്മൾ ഡാറ്റ എക്സലോട്ട് എക്സ്പോർട്ട് ചെയ്ത് വെക്കുന്നു. നമ്മൾ പക്ഷെ അതൊന്നും കൂടുതൽ അനലൈസ് ചെയ്യാൻ നമുക്കുള്ള അതിന്റെ കഴിവില്ലാത്തതുകൊണ്ട്, നമുക്ക് ടാലി എക്സലിനുള്ള കഴിവ് കുറവുകൊണ്ടാണ് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഇതെല്ലാം തന്നിരിക്കുന്നത് ഈ സാപ്പും ടാലി എല്ലാം ടാലിയിൽ അതിൻ്റെ അകത്തുള്ള ഡാറ്റ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ ആ ഡാറ്റ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഡാറ്റ നന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ എക്സൽ കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അധികം കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാൻ, ലാർജ് ഡാറ്റയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പവർ ഓഫ് മാക്രോസ്. അഡ്വാൻസ് യൂസേഴ്സ് ഓട്ടോമേറ്റ് റിപ്പീറ്റീവ് ടാസ്ക് യൂസിങ് VBA, വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ. എക്സലിലുള്ള മാക്രോസ് ഉപയോഗിച്ചിട്ട് മാക്രോ നമുക്ക് എഴുതാൻ പറ്റിയാലേ, ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് മാക്രോ എഴുതാൻ പറ്റും. നമ്മുടെ റിക്വയർമെന്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VBA കോഡ് എഴുതി ചാറ്റ് ജി പി ടി തരും. അത് കോപ്പി ചെയ്ത് ജസ്റ്റ് മാക്രോയിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടീൻ ആയിട്ടുള്ള ജോലിയൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഡൈനാമിക് അനാലിസിസ് ടൂൾ ലൈക്ക് പവർ ക്വറി ആൻഡ് പവർ പിവോട്ട് ഇൻ എക്സൽ enable handling large databases, which is often required in audit or forensic assignment. ഓഡിറ്റ് എന്നാൽ നമുക്കറിയാം. ഫോറൻസിക് അസൈൻമെന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള അന്വേഷിക്കുമ്പോൾ അത് കോടതിയിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള എവിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ എവിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഡൈനാമിക് അനാലിസിസ് ടൂളിലേക്ക് പവർ പിവോട്ട് എന്ന സാധനം അത് നമ്മളെ ലാർജ് ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കും. അത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും. Access allows creating a customized report, dashboard and pivots. ഡാഷ്ബോർഡ് നമുക്കറിയാം. എക്സലിൽ നമുക്ക് ഡാഷ്ബോർഡ് ഉണ്ടാക്കാം. ഒരു പ്രത്യേക കമ്പനിയെ പറ്റി, അവരുടെ പ്രോഫിറ്റ് എന്താണ്, അവരുടെ ഡാറ്റ മാറുന്നതനുസരിച്ച് ഡാഷ്ബോർഡിൽ ഡാറ്റ മാർക്ക്, അത് ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഇന്ററാക്റ്റീവ് ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ പഠിക്കുക. പിവോട്ട്സ്, ടേബിൾ ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡാറ്റയൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു മാനേജർ അല്ല ഒരു ഓണർക്ക് അത് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഡാഷ്ബോർഡ് പിവോട്ട് സഹായിക്കും. അപ്പോൾ എക്സൽ പഠിച്ചാൽ മാത്രമേ ഇതും നമുക്ക് എടുക്കാൻ ഒക്കെയുള്ളൂ. കാറ്റഗറി സ്പെസിഫിക് ക്ലയന്റ് ഓർ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലയന്റിന് വേണ്ട റിക്വയർമെന്റ് എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കണമെങ്കിൽ എല്ലാ അതിനകത്തുള്ള എക്സലിലുള്ള പ്രാവീണ്യം വളരെ അത്യാവശ്യമാണ്. വിച്ച് മേ നോട്ട് ബി ആസ് ഫ്ലെക്സിബിൾ വിത്ത് AI ജനറേറ്റഡ് സൊല്യൂഷൻ. AI ഉണ്ടാക്കി തരുന്ന ജനറേറ്റ് ചെയ്ത് തരുന്ന സൊല്യൂഷൻ വെച്ച് ആ പർട്ടിക്കുലർ ആയിട്ട് ആ ക്ലയന്റ് ആവശ്യപ്പെടുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സം ഫിനാൻഷ്യൽ ഡാറ്റ കനോട്ട് ബി പ്രോസസ്ഡ് യൂസിങ് ക്ലൗഡ് ബേസ്ഡ് AI ടൂൾ. ചില കൂടുതൽ ഡാറ്റ നമ്മൾ എഗ്രിമെന്റ് ബാങ്കിങ് ഡാറ്റയൊക്കെയാണ് നമ്മൾ AI ടൂൾ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കിന്റെ ഡാറ്റ പുറത്തേക്ക് പോകാൻ ചാൻസ് ആണ്. അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മുടെ കോൺട്രാക്റ്റിന് വയലേഷൻ ആകും. അതിനകത്തുണ്ടാകുന്ന എല്ലാത്തിനും ഉള്ള പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ് എക്സൽ എന്താണ് എക്സൽ എൻഷുർ ഓഫ്ലൈൻ ആയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും. സെക്യൂർ പ്രോസസ്സിംഗ് എല്ലാം സെക്യൂർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് എക്സലിനുള്ള പ്രത്യേകത. Advanced features in Excel used for following purposes. Power Query for data transformation. അതായത് നമ്മൾ എക്സൽ പഠിച്ച ശേഷം എക്സലിന്റെ പാർട്ടായിട്ടുള്ള പവർ ക്വറി പഠിക്കണം.
ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫോം ഒരു റോ ഡാറ്റ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് അനലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ടെസ്റ്റ് ഡാറ്റയൊക്കെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് എക്സലോട്ടാക്കി അത് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. പവർ ക്വറി ഉപയോഗിച്ച് പവർ പോയിന്റ് വെച്ച് നമുക്ക് ഡാറ്റ മോഡലിംഗ് നടത്താൻ സാധിക്കും. ഡാറ്റകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പ്രോപ്പറായിട്ട് അനാലിസിസിന് ഡാറ്റകളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് പറ്റുള്ളൂ. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ഫോർ സ്റ്റാറ്റിക്കൽ ഫംഗ്ഷൻ. ഡാറ്റ അനാലിസിസ് ടൂൾ ഉണ്ട്, ടൂൾ പാക്ക് ഉണ്ട് ഫോർ സ്റ്റാറ്റിക്കൽ ഫംഗ്ഷൻ. സ്റ്റാറ്റിക്സും ഇതിനകത്തൊരു കാര്യമാണ്. അടുത്ത ഡൈനാമിക് അറേസ് ഫോർ മോഡേൺ ഫോർമുല കേപ്പബിലിറ്റീസ്. ഡൈനാമിക് അറേയെ പറ്റി പറയും. മോഡേൺ ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഡൈനാമിക് അറേ കൺസെപ്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. Another reason for Excel is the best calculator in the world. നമ്മൾ പല കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നെങ്കിലും എക്സൽ ആണ് ഏറ്റവും ബെസ്റ്റ് കാൽക്കുലേറ്റർ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കണം. അക്കൗണ്ട് എന്ന നിലയ്ക്കും ഫിനാൻസ് പ്രൊഫഷണൽ എന്ന നിലയ്ക്കും ചാർട്ടേഡ് അക്കൗണ്ട് നിലയ്ക്കും നമ്മളത് ഈ ടൂൾ ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ദസ് strong Excel skill adds credibility and efficiency in financial analysis, audit and reporting. അനാലിസിസിലും ഓഡിറ്റിലും റിപ്പോർട്ടിങ്ങിലുള്ള എഫിഷ്യൻസി ക്രെഡിബിലിറ്റി എല്ലാം കൂട്ടും. എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെന്നുള്ളത് ഇതാണ്. നമ്മൾ ഫോർമുല ഇതിനകത്ത് ഫോർമുലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. ഫോർമുല ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലാണ് ഫോർമുല ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണിക്കുള്ളൂ. ഇത് ഓവർവ്യൂ ഓഫ് ടോപ്പിക്സ് ആണ്. ഇന്റർഫേസ് ഓഫ് എക്സൽ. നമ്മളുടെ എക്സലിന് എന്താണ് ഇന്റർഫേസ്? നമ്മൾ കാർ പഠിക്കുമ്പോൾ കാറിന്റെ പാർട്സ് പഠിക്കുന്നു. ക്ലച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് പിടിക്കണമെന്ന് അറിയാൻ മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ക്ലച്ചിന്റെ ഫംഗ്ഷൻ എന്താണ്, ബ്രേക്കിന്റെ ഫംഗ്ഷൻ എന്താണ്, ആക്സിലേറ്റർ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അതേപോലെയാണ് എക്സലിന്റെ ഏതൊക്കെയാണ് എക്സലിലുള്ളത്, അതിന്റെ ഇന്റർഫേസസ് ഒക്കെ എന്തൊക്കെയാണ്, കാണുന്ന കാര്യങ്ങൾ ഏതൊക്കെയൊക്കെ ആണ്. ഇപ്പൊ എല്ലാം നമ്മൾ കാർ മാനുഫാക്ചറിങ് എഞ്ചിനീയർ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ എക്സൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതും പ്രോഗ്രാമറാണ്. പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ എക്സ്പേർട്ട് ഇൻ എവറിഥിങ്. ഈ ലോജിക്കൽ റീസണിങ് വെച്ചിട്ടാണ് എക്സൽ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അധികം മാത്സും സ്റ്റാറ്റും അറിയാത്ത ആൾക്കാർക്കും ഇത് ഈ കാൽക്കുലേറ്റർ ഉപയോഗിക്കത്തക്ക രൂപത്തിൽ ഉള്ള ഒരു വലിയ കാൽക്കുലേറ്ററാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താന്ന് ഇന്റർഫേസ് എന്തൊക്കെയാണ്, എക്സൽ തരുന്ന ഇന്റർഫേസ് എന്തൊക്കെയാണ് വെച്ചാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാനായിട്ട് കുറെ കമാൻഡ്സ് തന്നിട്ടുണ്ട്. കമാൻഡ്സ് എല്ലാം ലോജിക്കലി അവർ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാബായിട്ടും ഗ്രൂപ്പായിട്ടും, ടാബിന് തന്നെ പല ഗ്രൂപ്പുകളായിട്ടും ഒരേപോലുള്ള സബ് ഗ്രൂപ്പായിട്ടും എല്ലാം അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്ന ഇതിനെയാണ് പറയുന്നത് റിബൺ എന്ന് പറയുന്നത്. ആ റിബണും ബാക്കി വർക്ക്ഷീറ്റും എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് ഫേവറബിൾ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ആദ്യം നമ്മൾ തിയറി പഠിച്ചിരിക്കണം. എന്താണ് പ്രോഗ്രാമർ ഓരോ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതെന്താ ഉദ്ദേശിക്കുന്നുള്ള ആ തിയറി നമ്മൾ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ആ ഫോർമുലയൊക്കെ ലോജിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും നമ്മൾ ലോജിക്ക് കറക്റ്റായിട്ട് ആ ഫോർമുല ആ എക്സൽ ഷീറ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്റർഫേസിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഏതൊക്കെ വിധത്തിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഫോർമാറ്റിംഗ് ബട്ടൺസ് കിടക്കുന്നത്, ഫോർമാറ്റിംഗ് കമാൻഡ്സ് എവിടെ ഏത് ഫോമിന്റെ അടിയിൽ കിടക്കുന്ന പല ടൈപ്പ് ഫോർമാറ്റിംഗ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. നാവിഗേഷൻ ഷോർട്ട് കട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പഠിക്കണം. എക്സലിൽ കൂടെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പഠിക്കുന്നതനുസരിച്ചാണ് നമുക്ക് കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സൈക്കിളിലും പോകാം, ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ സൈക്കിൾ സ്പീഡിൽ കാറിൽ പോകാം. അപ്പം നമ്മൾ ഹൈ സ്പീഡിൽ പോകണമെന്ന് അറിയണമെങ്കിൽ കാർ ഓടിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ എക്സൽ നല്ല അതിന്റെ നാവിഗേഷൻ എക്സലിൽ കൂടെ കൂടുതൽ പെട്ടെന്ന് മൂവ് ചെയ്യാനും സെലക്ട് ചെയ്യാനും നാവിഗേഷൻ ഷോർട്ട് കട്ടൂടെ നമ്മൾ പഠിച്ചാൽ മാത്രമേ എക്സലിൽ കൂടെ കൂടുതൽ സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ്. ഡാറ്റ സോർട്ട് ചെയ്യുക, അനലൈസ് ചെയ്യുകയും ഫിൽറ്റർ ചെയ്യാനും സോർട്ട് ചെയ്യാനും. എന്താണ് സോർട്ടിങ്, എന്താണ് ഫിൽറ്ററിങ്, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്ററിങ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വന്നിരുന്ന ഡാറ്റ എക്സലോട്ട് സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. എക്സൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്, സെല്ലിന്റെ കൺസെപ്റ്റ്, എസെൻഷ്യൽ കൺസെപ്റ്റ് ആൻഡ് റൂൾസ്. എന്തൊക്കെ റൂളാണ് നമ്മൾ ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ? ഫോർമുല തുടങ്ങുമ്പോൾ ഇത് ഈക്വൽ ടു സൈനിൽ കൂടെ തുടങ്ങണം. ഫോർമുലയൊക്കെ ടെസ്റ്റ് ഫോർമുലയുടെ പാർട്ടല്ലാത്ത ടെസ്റ്റ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ അത് ഇൻവെർട്ടർ ഡബിൾ കോട്ടിൽ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോർമുല എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് എസെൻഷ്യൽ കൺസെപ്റ്റ് ആൻഡ് റൂൾസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഫോർമുലാസ് ഇൻ ഫോർമുല ലൈബ്രറി, ലൈബ്രറിയിലുള്ള ഫോർമുലാസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു എന്താണ് എക്സൽ എന്നൊരു കോൺഫിഡൻറ്റോടെ നമുക്ക് നോക്കാൻ പറ്റിയാൽ മാത്രമേ
നമ്മൾ എക്സൽ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡാറ്റ ആ എക്സലിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു കാറിന്റെ എല്ലാ പാർട്സിനെ പറ്റി ഏകദേശം മൊത്തത്തിലൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ എക്സൽ പഠിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് എക്സൽ പഠിക്കുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ, എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതെങ്ങനെയൊക്കെ അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, സിറ്റുവേഷനിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവെ പഠിച്ച ശേഷം മാത്രമേ അതിനകത്ത് കയറി ഒന്ന് ഓടിക്കാനൊക്കെ ഉള്ളൂ. അതേപോലെയാണ് എക്സലിന്റെ ഇന്റർഫേസിനെ പറ്റി പഠിക്കണം, ഫോർമാറ്റിംഗ് ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കണം, നാവിഗേറ്റ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യണം. നമ്മുടെ കഴ്സറൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ നാവിഗേഷൻ ഷോർട്ട് കട്ട്. നമ്മുടെ പല ക്ലാസ്സിൽ നമ്മൾ പുറകിൽ എക്സൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പലരും മുന്നോട്ട് ടീച്ചർ പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് ഒപ്പം പോകാൻ പറ്റാത്തത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളായ നാവിഗേഷനെ പറ്റി അറിയാതിരിക്കുക, സോർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് സെല്ല് മൂവ് ചെയ്യുന്നത്, എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നത് അറിയാതിരിക്കുക. നമ്മൾ ആ സോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റോസും കോളവും കൂടെ മിക്സായി സോർട്ട് ചെയ്യുമ്പോൾ എന്നെല്ലാം ഡൗട്ടൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ ആ എക്സൽ ക്ലാസ് ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അവർക്കൊപ്പം അവിടെ ഇരുന്ന ടീച്ചറിന്റെ ഒപ്പം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം തിയററ്റിക്കലായിട്ടുള്ള പഠിത്തമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വൺ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സലിലേക്ക് അതിന്റെ ടോപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാനൊക്കുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇത് പഠിച്ചിട്ട് മാത്രമേ ഇതെല്ലാം ലോജിക്കൽ ബേസ്ഡ് ആണ്. പഠിച്ചുകൊണ്ട് നഷ്ടം ഒന്നുമില്ല. അടുത്ത ഏത് പ്രോഗ്രാം വരുന്നതും ഈ ലോജിക്ക് വെച്ചിട്ടാണ്. ഇതാണേലും പവർ ക്വറി, പവർ പിവോട്ട്, പവർ BI എല്ലാം എക്സലിന്റെ ലോജിക്ക് തന്നെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിച്ചുകൊണ്ട് പുതിയൊരു ഫോർമുല വരുമ്പോഴും അഡീഷൻ വരുന്നേ ഉള്ളൂ, ആ ലോജിക്ക് മാറുന്നില്ല. അതുകൊണ്ട് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഫോർമുല അതിനകത്ത് കുറെ ഫോർമുലാറ്റിനെ പറ്റി പറയുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ഫോർമുല എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലൈബ്രറി ഓൾറെഡി കുറെ ഫോർമുല ലൈബ്രറി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് ഫോർമുല എഴുതുമ്പോൾ ഉള്ള റൂൾ ഡയറക്റ്റ് നമ്മളിപ്പോൾ എല്ലാം ഫോർമുല ലൈബ്രറിയിൽ നിന്ന് ഫോർമുല എഴുതി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്നും തപ്പിയെടുത്തിട്ട് ഏത് അപ്ലൈ ചെയ്യണം. ഓരോ കാറ്റഗറിയിലും 10, 20, 50, 100 ഫോർമുലാസ് ആണുള്ളത്. അത് ഏതൊന്ന് സെലക്ട് ചെയ്ത് തപ്പി എടുക്കാനായിട്ട് പാടാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മെഷീനെ ലേൺ ചെയ്യിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡാറ്റ ഉപയോഗിച്ച് ഏത് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെല്ലോട്ട് എഴുതാൻ പറ്റണം. ഡയറക്റ്റ് സ്ക്രാച്ച് ചെയ്ത് എഴുതാൻ പറ്റുമ്പോൾ മാത്രമാണ് എക്സൽ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയാൻ ഒക്കുള്ളൂ. എഴുതാൻ പഠിക്കാനുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാം ലോജിക്കൽ കമാൻഡ്സ് ആണ് എല്ലാം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്സ് ഫോർമുലയോ അങ്ങനൊന്നും ഇല്ല. ഉള്ള തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം സമ്മറൈസ് ചെയ്ത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ അത് എപ്പോൾ ഉപയോഗിക്കണം, എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് അറിയാനുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒറ്റ ബട്ടണും ചെയ്യാനുള്ള വിധത്തിലാണ് എക്സൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സലിലുള്ള ഇത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റും. മാത്തമാറ്റീഷ്യനും കോമൺ പീപ്പിളിനും എക്സൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അക്കൗണ്ടന്റിന് ഉപയോഗിക്കാം, ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് ഉപയോഗിക്കാം, ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഉപയോഗിക്കാം. ഏത് ലെവലുള്ളവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും. ഇനിയും പല ടൈപ്പ് ഫോർമുലയുണ്ട്. ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന സം ഫോർമുലയുണ്ട്, ലോജിക്കൽ ഫോർമുലാസ് ഉണ്ട്, ലുക്ക് ഫോർമുലാസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് ഉണ്ട്, ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫോർമുലാസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫോർമുലാസ് ഉണ്ട്, ടെസ്റ്റ് ഫോർമുലാസ് ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഫോർമുലാസ് ഉണ്ട്, സ്വിച്ച് ഫങ്ഷൻസ് ഉണ്ട്, കോമൺ എറേഴ്സ് ഇൻ എക്സൽ. എനിക്ക് അവർ കുറെ എറർ കാണും. ചില സമയത്തൊക്കെ നമ്മൾ എക്സൽ ഉപയോഗിക്കുമ്പോൾ കുറെ എറർ ഇങ്ങനെ കാണിക്കും, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതെല്ലാം പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ ലോജിക്കും കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സൽ നന്നായിട്ട് ഉപയോഗിക്കാനും കൊള്ളൂ. അപ്പോൾ ഇതൊക്കെ എപ്പോൾ ഉപയോഗിക്കണം, ഈ ഫോർമുല ലോജിക്കൽ ഫോർമുലയാണോ, സം ഫോർമുലയാണോ, സ്റ്റാറ്റിക്കൽ ഉപയോഗിക്കണം, ഏത് സിറ്റുവേഷൻ ഉപയോഗിക്കണം, അത് ഉപയോഗിച്ചുള്ള റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ആദ്യത്തെ തിയററ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തിയറി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് എക്സൽ നമ്മൾ എക്സലിന്റെ ഇന്റർഫേസിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പലർക്കും നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വൺ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ കുറേശ്ശെ അവിടുന്ന് അറിയാവുന്ന എക്സൽ അറിയാമെങ്കിലും ചിലർക്ക് കോൺഫിഡന്റ് കിട്ടത്തില്ല. വെച്ചാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് മൊത്തം അറിയാവുന്ന ഒരു ഡൗട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള നോളജ് ആദ്യം പറയുന്നത്. ഈ കമ്പോണൻസ് ഓഫ് എക്സൽ ഇന്റർഫേസ് വർക്ക് ബുക്ക് നമ്മളിപ്പം എടുക്കുകയാണ്. അതൊക്കെ ഒരു കോവിഡ് ഡാറ്റയാണ്. കോവിഡ് ഡാറ്റ പേഷ്യന്റ് നമ്പർ ഉണ്ട്, ഡേറ്റ് അനൗൺസ്ഡ് ഉണ്ട്. കോവിഡ് ഡാറ്റയിൽ പേഷ്യന്റ് നമ്പർ 1, 2, 3, 4 എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഗ്യാപ്പോ ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല. അതാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഈ ഡാറ്റനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതാണ് പേഷ്യന്റ് നമ്പർ എന്ന് പറയുന്നത്. ഡേറ്റ് അനൗൺസ്ഡ് എന്നാണ് ഇയാള് കോവിഡ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഏജ് എത്രയാണ് ഏജ്, അങ്ങനെ ജെൻഡർ ഫീമെയിൽ ആണോ മെയിൽ ആണോ, ഡിറ്റക്ടഡ് സിറ്റി ഏത് സിറ്റി ചെക്ക് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് കോവിഡ് ആയിരുന്നു പ്രഖ്യാപിച്ചത്,
ഇറ്റലി സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണ്, കറണ്ട് സ്റ്റാറ്റസ് ഹോസ്പിറ്റലൈസ്ഡ് ആണോ, ഡിസീസ്ഡ് ആണോ, മരിച്ചുപോയോ, അല്ലെ റിക്കവർ ആയോ എന്നെല്ലാം പറയുന്നതാണ്. പിന്നെ നാഷണാലിറ്റി ഏത്, ഇന്ത്യക്കാരനാണോ അതോ ഇറ്റലിക്കാരനാണോ, അതല്ല ഇവിടെ വെച്ച് കോവിഡ് വന്നതായിരിക്കും. ഇറ്റലിക്കാരൻ ഇന്ത്യയിൽ വിസിറ്റിന് വന്നപ്പോഴാണ് കോവിഡ് വന്നെങ്കിൽ എൻ്റെ സിറ്റി നാഷണാലിറ്റി ഇറ്റലി എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ഇമ്പോർട്ടഡ് ആണോ, വൈറലാണെന്ന് പറഞ്ഞു കിട്ടിയതാണോ, ലോക്കലായിട്ട് കിട്ടിയതാണോ, പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണോ, ലോക്കലായിട്ട് ഇവിടെ പറഞ്ഞതാണോ എന്നൊക്കെ ഉള്ള ടു ബി ഡിറ്റക്റ്റഡ്, അറിയാത്ത കേസൊക്കെ TBD എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഡേറ്റ കിടക്കുന്നത്. അപ്പോൾ എന്താണ് വർക്ക് ബുക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വർക്ക് ബുക്കിനകത്ത് നമ്മൾ ഇതാണ് നമ്മൾ കാണുമ്പോഴുള്ളതാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. വർക്ക് ഷീറ്റുകൾ കൂടിയതാണ്. വർക്ക് ഷീറ്റ് പല കോളങ്ങളായിട്ട് പല റോയുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കോളം എന്ന് പറയുമ്പോൾ അതിന് ആൽഫബറ്റിക് ഓർഡറിൽ ABCDEFG എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. റോ എന്ന് പറയുന്നത് 1 2 3 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് അതിന്റെ കോളം നമ്പറും റോ നമ്പറും എന്നുള്ള ഇന്ററാക്ഷൻ ആണ്. ഇപ്പൊ ഈ ഒരു സെല്ലിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് I6 ആയിരിക്കും. ഏറ്റവും മുകളിൽ കാണിക്കുന്നത് ക്വിക്ക് അക്സസ് ടൂൾ ബാർ ആണ്. അതിനുശേഷം വരുന്നതാണ് റിബൺ ടാബ്സ്. റിബൺ ടാബ്സിനടിയിൽ തന്നെ പല ഗ്രൂപ്പ് പല ടൈപ്പ് അതിന്റെ ഉപയോഗത്തിനനുസരിച്ചുള്ള കമാൻഡ്സ് എല്ലാം കൂടെ ഒരേപോലെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹോം ടാബ് ആണെങ്കിൽ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ നമ്മളെ ഫോർമാറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് ഉണ്ട്. അലൈൻമെന്റ് ടാബിൽ കുറെ ഫോർമാറ്റിംഗ് ഇതുണ്ട്. റാപ്പ് ടെസ്റ്റ് മാർച്ച് എല്ലാം അലൈൻമെന്റിലാണ് വരുന്നത്. നമ്പർ എന്ന് പറയുമ്പോൾ ജനറൽ നമ്പർ കറൻസി അക്കൗണ്ടിങ് സോർട്ട് ഫിൽറ്റർ ടൈം എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റൈല് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. സോർട്ട് ആൻഡ് ഫിൽറ്റർ എല്ലാം എഡിറ്റിംഗ് എന്നുള്ള ബട്ടൺ വരുന്നുണ്ട്. അങ്ങനെ മെയിനായിട്ടുള്ള ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഈ ഫോമിന്റെ അടിയിൽ വരുന്ന ഗ്രൂപ്പുകളെ പറ്റി, അതിന്റെ കമാൻഡ് ബട്ടനെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത്. ഫോർമുല ബാറിനകത്താണ് ഫോർമുല നമ്മൾ എഴുതുകയും അത് എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്തിനാണ് പറയുന്നത് ഫോർമുല ബാർ. ഇത് സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. കൂടെ നമുക്ക് തരും. ഏതൊക്കെ സംഖ്യകളാണോ നമ്മൾ സെലക്ട് ചെയ്തത് അതിന്റെ ആവറേജ്, കൗണ്ട്, സമ്മ് എല്ലാം തരും. അതൊക്കെയാണ് നമ്മുടെ ഇന്റർഫേസിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു പല ടൈപ്പുള്ള ഇന്റർഫേസ്, ഹോം ഉണ്ട്, ഇൻസെർട്ട് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്, ഡേറ്റ ഉണ്ട്, റിവ്യൂ ഉണ്ട്. അതിന്റെ അടിയിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. ഹോമിന്റെ ഗ്രൂപ്പിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ ഫോർമുലയ്ക്കകത്താണെങ്കിൽ പല ടൈപ്പ് ഫോർമുലാസ്, ഫിനാൻഷ്യൽ കുറെ ഫോർമുല എല്ലാം ഫിനാൻഷ്യൽ ഫോർമുലയായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു. ലോജിക്കൽ ഫോർമുലയായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു. കുറെ ടെസ്റ്റ് ഫോർമുലയായിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു. ഡേറ്റ് ആൻഡ് ടൈം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർമുല വേറെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ മാത്സ് ആൻഡ് ട്രിഗണോമെട്രി, ലുക്കപ്പ്, മോർ ആക്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല. കണ്ടമാനം ഫോർമുല അവര് ഫോർമുല ലൈബ്രറി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ നേരിട്ട് സെല്ലിലോട്ട് നമുക്ക് ഫോർമുല അടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ഫോർമുല അടിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞു വർക്ക്ഷീറ്റ്, മൾട്ടിപ്പിൾ സെൽ, ഡിഫറെന്റ് കോളം എല്ലാം നമ്മൾ പറഞ്ഞു. റിബൺ നമ്മൾ പറഞ്ഞു. റിബൺ മൾട്ടിപ്പിൾ കമാൻഡ്സ് ലോജിക്കലി സബ്ഡിവൈഡ് ഇൻടു ഗ്രൂപ്പ്സ്, ഫോം, ഇൻസേർട്ട്, ഫോർമുല നമ്മൾ പറഞ്ഞു. റിബൺ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു. കമാൻഡ് ബട്ടനെ പറ്റി പറഞ്ഞു. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ പറ്റി പറഞ്ഞു. ഫോർമുല ബാറിനെ പറ്റി പറഞ്ഞു. സ്റ്റാറ്റസ് ബാറിനെ പറ്റി പറഞ്ഞു. വർക്ക്ഷീറ്റ് ടാബ്സ് അത് നമ്മൾ പറഞ്ഞു. വർക്ക് ബുക്ക് സെൽസ് എല്ലാം പറഞ്ഞു. ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻ, ഹൗ ടു ഫോർമാറ്റ് സെൽസ് ഇൻ എക്സൽ. അല്ല, സെല്ല് ഫോർമാറ്റ് ചെയ്യേണ്ട എവിടെ നോക്കണം. എക്സൽ ഷീറ്റ് കിട്ടി, നമുക്ക് ഒരു വർക്ക് ബുക്ക് കിട്ടി. ആ സെല്ലിനെ നമ്മൾ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ എക്സൽ ഫോർമാറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ സെല്ലെന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, ഒരു സെല്ലും ഉണ്ട്, അതിനകത്തുള്ള ഡേറ്റയും ഉണ്ട്. അപ്പോൾ ഡേറ്റയെ മാത്രം എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, ഈ സെല്ലിനെ മൊത്തമായിട്ട് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാര്യമാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹോം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റിങ്ങിനായിട്ട് നമുക്ക് രണ്ട് ഫോണ്ട് ബട്ടൺ ഉണ്ട്, അലൈൻമെന്റ് ബട്ടൺ ഉണ്ട്, നമ്പർ ബട്ടൺ ഉണ്ട്, സ്റ്റൈൽ ബട്ടൺ ഉണ്ട്. ഇത് ഫോർമാറ്റിങ്ങിനുള്ള ബട്ടൺസുകളാണ്, കമാൻഡ്സുകളാണ്. എക്സലിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹോം എടുത്തു കഴിഞ്ഞാൽ ഫോണ്ടിന്റെ അടിയിലുള്ള ഗ്രൂപ്പിൽ കിടക്കുന്ന നമുക്ക് ബോൾഡ് ചെയ്യാം. ആ എക്സലിനെ ബോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ഫോണ്ടിന്റെ സ്റ്റൈൽ മാറ്റാം, അല്ലെങ്കിൽ സൈസ് വലുതാക്കാം. നമുക്ക് അത് വലുതാക്കാനും ചെറുതാക്കാനും വേറൊരു രണ്ട് ബട്ടണുകളുണ്ട്. അതും ആ സെയിം പർപ്പസ് ആണ്. ഇനി അതിന്റെ സെല്ലിനെ നമുക്ക് കളർ ചെയ്യാനാണെങ്കിൽ, സെല്ല് മൊത്തമായിട്ട് കളർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കളർ ചെയ്യാം. ഇനി മറ്റേ ഇതിന്റെ എക്സൽ എന്നുള്ള ബ്ലാക്കിൽ ഇരിക്കുന്ന ലെറ്ററിന്റെ കളർ മാറ്റണമെങ്കിൽ
നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കാം. അങ്ങനെ പല ടൈപ്പ് ആയിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് ഈ ഫോണ്ട് ഉപയോഗിക്കാം. ഇനി അലൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിനകത്ത് നമുക്ക് ടോപ്പിലോട്ട് ഇത് മാറ്റണം, കണ്ടന്റ് ടോപ്പിലോട്ട് മാറ്റി ടോപ്പ് അലൈൻമെന്റ്, മിഡിലായിട്ട് മാറ്റി മിഡിൽ അലൈൻമെന്റ്, താഴെ ഡൗൺ അലൈൻമെന്റ്, ബോട്ടം അലൈൻമെന്റ്. ഇനി അതിന്റെ സൈഡിലോട്ട് മാറ്റണമെങ്കിൽ ഇപ്പം ലെഫ്റ്റ് അലൈൻമെന്റ് വേണമെങ്കിൽ ഇപ്പൊ ഇത് നിൽക്കുന്ന ഡാറ്റ ആണെങ്കിൽ അതിനെ ലെഫ്റ്റിലോട്ട് മാറ്റമെങ്കിൽ ലെഫ്റ്റ് അലൈൻമെന്റ്, മിഡിലോട്ട് വേണം മിഡിൽ അലൈൻമെന്റ്, റൈറ്റിലേക്ക് റൈറ്റ് വേണം. അത് എത്ര സ്പേസ് നമ്മുടെ ഈ ബോർഡറിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ് ഈ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ മിഡിലോട്ടല്ലോ, അപ്പം അപ്പർ ലോവർ അലൈൻമെന്റും ലെഫ്റ്റ് റൈറ്റ് അലൈൻമെന്റും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ ഓറിയന്റേഷൻ ലെറ്ററിനെ നമുക്കൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ക്ലോക്ക് വൈസ് രണ്ട് എക്സിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓറിയന്റേഷൻ എന്നൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഓറിയന്റേഷൻ ബട്ടൺ ഉപയോഗിക്കാം. കൂടാതെ നമുക്ക് എന്താന്ന് പറയുന്നത് ബോർഡറിനുള്ള സ്പേസ് മാറ്റുന്നതിന് വേണ്ടി ഇന്റന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് ബട്ടണുകളുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വലിയ ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ കാരണം ഒരു സെല്ല് നിൽക്കുന്നില്ല, നമുക്ക് ഈ ഒരു സെല്ലിന്റെ കോളത്തിന്റെ സൈസ് മാറ്റാതെ തന്നെ നമുക്ക് ഈ ഡാറ്റനെ ആ സെല്ലിൽ പെടുത്തണമെന്ന് വെച്ചാൽ റോയുടെ ഇത് ഹൈറ്റ് മാറ്റിക്കൊണ്ട് ഈ ഡാറ്റനെ ഈ സെല്ലിൽ നിലനിർത്തുന്നതിനാണ് നമ്മൾ റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. റോയുടെ സൈസ് മാത്രമേ ഉള്ളൂ, കോളത്തിന്റെ വിട്ട് മാറിയില്ല. അങ്ങനെ ആ കോളത്തിന്റെ വിട്ട് മാറാതെ റോയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഡാറ്റനെ ആ സെല്ലിൽ ഉൾക്കൊള്ളിക്കുന്നതിനാണ് പറഞ്ഞത് റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു ഡാറ്റ ഇത് ജെൻസ് മെയില് ഫീമെയില് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ട്രിവാണത്തിന്റെ ഡാറ്റ ആണെന്ന് പറഞ്ഞിട്ട് കോമൺ ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ട്രിവാണം എന്ന് അടിച്ചാൽ ഹെഡിങ് വരത്തില്ല. ട്രിവാണ്ടം എന്ന് അടിച്ചാൽ ഹെഡിങ് വരികയില്ല. അത് നമ്മൾ സെലക്ട് അതിവിടെ വന്ന് കിടക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഹെഡിങ് ഒന്നും വരുന്നില്ല. ഇത് മൊത്തം മൂന്നും ട്രിവാണത്തിന്റെ ഡാറ്റ എന്ന് അറിയണമെങ്കിൽ നമ്മളിത് മൂന്നും കൂടെ സെലക്ട് ചെയ്ത് മെർജ് ആൻഡ് സെന്റർ കൊടുത്താൽ അത് അതിന്റെ ഹെഡിങ് ആയിട്ട്. അപ്പൊ ഇത് ഡാറ്റ എല്ലാം ട്രിവാണ്ടത്തിന്റെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതിട്ടിട്ട് നമുക്ക് കസ്റ്റം ഫോർമാറ്റ് എടുത്തിട്ട് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ടേബിളാക്കി മാറ്റുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ കോമൺ ഹെഡിങ് കൊടുക്കാനായിട്ടൊക്കെ ഈ മെർജ് ആൻഡ് സെൽ ഉപയോഗിക്കാം. 2-3 കോമൺ ഡാറ്റ ഉണ്ടെങ്കിൽ അതിനൊരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് മെർജ് ആൻഡ് സെന്റർ ഉപയോഗിക്കാം. ഇത് വേറൊരു അതർ ഡാറ്റയാണ്. കോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് 4500 ആണ്. ഒരു കോവിഡ് ടെസ്റ്റിൻ്റെ ഉള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 4500 ആണ്. അതെന്ന് പറഞ്ഞ ഒരു കറൻസിയാണ്. കറൻസി ഫോർമാറ്റിലാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് ജനറൽ ഫോർമാറ്റിലാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ അറിയാം. ഈ ഒരു സംഖ്യയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഡേറ്റ് ഫോർമാറ്റ് വന്നു. ഇത് എടുത്തപ്പം കസ്റ്റം ഫോർമാറ്റ് ഇരിക്കുകയാണ്. ഇത് 4500 എടുത്തപ്പോഴും ജനറൽ ഫോർമാറ്റ് ഇരിക്കുകയാണ്. ജനറൽ ഫോർമാറ്റ് ആക്ച്വലി ഇത് കോസ്റ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ്, അത് കറൻസിയാണ്. അത് ഇന്ത്യൻ രൂപയിലുള്ള ഇതായിട്ട് പറയണമെങ്കിൽ നമ്മൾ ഇതിനെടുത്ത് ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്പർ ഫോർമാറ്റിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഓപ്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ജനറൽ മാറ്റിയിട്ട് കറൻസി കൊടുത്തു കഴിഞ്ഞാൽ അത് 4500 എന്ന് ഇന്ത്യൻ രൂപയുടെ സിമ്പിൾ ഇവിടെ വന്നു. ഇപ്പൊ ഇനിയിപ്പോൾ ഈ 4500 മാറ്റി അതിന് ഡോളറിലോട്ട് ആക്കണമെങ്കിൽ 4500 എന്ന് പറയുന്നത് $40 ആണെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് ഡോളറിന് അതിന്റെ ഫ്രണ്ടിലോട്ട് മാറ്റാനായിട്ട് ഈ ബട്ടൺ കണ്ടത് അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റ് എന്നുണ്ട്. അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റ് വന്നിട്ട് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ $40 എന്നാവും. അപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനും അതിന്റെ സിമ്പിൾ തപ്പി നടക്കേണ്ട കാര്യമില്ല. നേരെ ഇവിടെ വരിക, ഇതെന്ന് പറയുന്നത് അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എല്ലാ കൺട്രികളുടെയും സിമ്പിൾ കിടപ്പുണ്ട്. മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാം. വേറെ ഇൻസേർട്ട് അതിന്റെ സിമ്പിൾ തപ്പി നടക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ നമുക്ക് അതിനെ ഡോളറോട്ടൊക്കെ മാറ്റി നമ്മൾ ഇന്ത്യൻ രൂപയുടെ ആയിട്ട് ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ ഡിക്രീസ് ഡെസിമലുണ്ട്. ഇപ്പൊ 4500.00 വേണമെങ്കിൽ ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്താൽ ഒരു 0 പോയി, അടുത്ത 0 പോയി. അപ്പൊ $4500 മാത്രമായിട്ട് കിട്ടി. ഇനി അത് കൂട്ടി തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഡെസിമൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ നമ്മളൊരു ഡിജിറ്റിന് ഒരു 1500.256 ആണെന്നുണ്ടെങ്കിൽ
ഇതിനെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് സെക്കൻഡ് 2 ഡെസിമലിട്ട് കൊണ്ടുവരുമ്പോൾ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ 8 എന്നുള്ളത് ഇങ്ങോട്ട് മാറി ഇത് 7 എന്നുള്ള 8 എന്നാവും. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് 5 കൂടുതലുണ്ടെങ്കിൽ അതിനെ അടുത്ത സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ അതൊന്ന് കൂട്ടണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ എക്സൽ ചെയ്യുന്നതൊക്കെയാണ്. ഡിക്രീസ് ഡെസിമൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന 8ലോട്ട് മാറി അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ 2, 5, 6 അതൊന്ന് 5 കൂടുതലായതുകൊണ്ട് അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ 2, 6ലോട്ട് മാറി അടുത്ത ആ സംഖ്യ അവസാനത്തെ നമ്പർ 6 5 കൂടുതലാണ്. അതുകൊണ്ട് റൗണ്ട് ചെയ്യുമ്പോൾ അടുത്ത ഡെസിമലിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ അതൊന്ന് 3 അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ഇത് 3 റൗണ്ട് ചെയ്യുമ്പോൾ 1500 എന്ന് നിൽക്കുക. 5 കുറവായതുകൊണ്ട് അതൊന്നും കൂടുന്നില്ല, 1500 അങ്ങനെയാണ്. അതൊരു പെട്ടെന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന ബട്ടണാണ്, കമാൻഡാണ് ഇൻക്രീസ് ഡെസിമൽ ഡിക്രീസ് ഡെസിമൽ. അപ്പം അത് റൗണ്ട് ചെയ്യുന്നുണ്ട്, 5 കൂടുതലായിട്ട് അത് റൗണ്ട് ചെയ്ത് ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പം 1500 എന്നുള്ളത് നമുക്ക് അതിനെ ഒന്ന് 1000 സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 4500 എന്നുള്ളതിൻ്റെ ടെസ്റ്റ് കണ്ടക്ടർ നമുക്ക് നമ്പർ ടെസ്റ്റ് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് 1000 സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1000 ആദ്യത്തെ 1000 കൊണ്ട് മാറ്റി ഫോമാറ്റിലുണ്ട്. പിന്നെ അതിന് ഇപ്പോൾ പെർസെൻറ്റേജ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. 3 എന്ന് പറയുക അല്ല 3 അല്ല 3%. 3% എക്സലിന് അത് മനസ്സിലാകണമെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റ് എന്നുവെച്ചാൽ 100 പെർ 100. എക്സലിന് അത് മനസ്സിലാക്കി 1നും 0യ്ക്കും 1നും ഇടയ്ക്കുള്ള സംഖ്യയായിട്ട് പറഞ്ഞാൽ മാത്രമേ എക്സലിന് അത് മനസ്സിലാകുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ 03 നെയാണ് 3% എന്ന് പറയുന്നത്. ഇനി നമ്മൾ പെർസെൻറ്റിലോട്ട് മാറ്റാനായിട്ട് ജനറൽ ഇതിനകത്ത് പോയിട്ട് പെർസെൻറ്റേജ് എന്ന് ബട്ടണുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ 3% ആയിട്ട് മാറും. വെറും 3നെ നമ്മൾ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ 300% എന്ന് കാണിക്കും. അപ്പോൾ അതിന് എക്സലിന് മനസ്സിലാകണം, പെർസെൻറ്റേജ് മനസ്സിലാകണമെങ്കിൽ വേറെ 100 എന്നുള്ള കൺസെപ്റ്റ് വേണം ഇടാനായിട്ട്. ഇനി ഇവിടെ പെർസെൻറ്റ് കൊടുത്താൽ അത് 300% എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടൊരിതാണ്. അപ്പോൾ 0.03% എത്താൻ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള ഇത് കാണിക്കുകയുള്ളൂ. പിന്നെ ഡേറ്റ് ഓഫ് ഡാറ്റ റെക്കോർഡ് കിട്ടാനായിട്ട് ഡേറ്റ് ഓഫ് ഡാറ്റ റെക്കോർഡ് ഇന്നത്തെ ഡേറ്റിലാണ് ഈ ഡാറ്റ എല്ലാം. ഇപ്പോൾ ഈ കോവിഡ് ഡാറ്റ നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ് ഏതാണെന്നുള്ള സമ്മറി ഷീറ്റാണിത്. ആ ഷീറ്റ് കിട്ടാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇന്നത്തെ ഡേറ്റ് കിട്ടാനായിട്ട് കൺട്രോൾ സെമിക്കോളൻ ഇട്ട് കൊടുത്താൽ ഇന്നത്തെ ഡേറ്റ് കിട്ടും. അതാണ് എക്സലിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ സെമിക്കോളൻ. കൺട്രോൾ സെമിക്കോളനായിട്ട് ഇന്നത്തെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു എക്സൽ ഷീറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റും തപ്പി നടക്കണം. ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ കൺട്രോൾ സെമിക്കോളൻ കൊടുക്കുക. ടൈം അതിനും കൺട്രോൾ അതിനകത്ത് തന്നെ നമുക്ക് ഈ നമ്പർ ഫോമാറ്റ് പോയാൽ പല ഫോമാറ്റും ഉണ്ട്. ലോങ് ഡേറ്റ് ഉണ്ട്, ഷോർട്ട് ഡേറ്റ് ഉണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഷോർട്ട് ഡേറ്റിലാണ് നിൽക്കുന്നത്. ഷോർട്ട് ഡേറ്റ് ഫോമാറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ മന്ത് കാണിക്കാത്തതുകൊണ്ട് അതിന് ഷോർട്ട് ഡേറ്റ് എന്ന് പറയുന്നത്. മന്ത് കാണിക്കൊണ്ട് അതിന് ലോങ് ഡേറ്റ് എന്ന് പറയും. 24th നവംബർ എന്ന് കാണിക്കണമെങ്കിൽ ആ ലോങ് ഡേറ്റ് ഫോമാറ്റിലോട്ട് മാറ്റാം. അത് എവിടെ നിന്ന് സാധിക്കുന്നത്? നമ്പർ ഫോമാറ്റിൽ നമ്മൾ ലോങ് ഡേറ്റ് സെർച്ച് ഫോമാറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അത് കിട്ടി. ഇനി ഷോർട്ട് ഡേറ്റിലോട്ട് പോകണമെങ്കിൽ സാധാ ഡേറ്റ് പറയുന്നത് ഷോർട്ട് ഡേറ്റിലോട്ട് വരും. ഈ ടൈം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇപ്പോഴത്തെ ടൈം എത്രയാണെന്ന് അറിയണമെങ്കിൽ എക്സലിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. വാച്ചും ക്ലോക്കൊന്നും നോക്കണ്ട, കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളൻ കൊടുത്താൽ മതി. മറ്റേ നേരത്തെ നമ്മൾ കൊടുത്ത കൺട്രോൾ സെമിക്കോളൻ ആണെങ്കിൽ ഇപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയം 15:17. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ നോക്കിയപ്പോഴും എവിടെയും 15:17 ഇപ്പോൾ അത് ഇപ്പോഴത്തെ കറക്റ്റ് ടൈമാണ് കാണിക്കുന്നത്. 15:17 25 PM. അത് നമുക്ക് നമ്പർ ഫോമാറ്റിലോട്ട് നോക്കി എന്ത് കിട്ടും നോക്കാം. 3:20 PM കണ്ടീഷണൽ അതിനകത്ത് നമ്പർ ഫോമാറ്റിൽ പോയിട്ട് നമ്പർ ഫോമാറ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഇതിപ്പോൾ മറ്റേ ടൈം ഫോമാറ്റിലോട്ട് വന്നു. നമ്മൾ PM എന്ന് എഴുതിയ സാധനം 3:25 എഴുതി 15:25 കാണിച്ചു. അപ്പോൾ അതാണ് നമ്പർ ടൈം ഫോമാറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കാൻ പറ്റും, ഡിക്രീസ് ഡെസിമൽ കൊടുക്കാൻ പറ്റും, 1000 സെപ്പറേറ്റ് ഉണ്ട്, പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കാൻ പറ്റും. അക്കൗണ്ട്സ് പല കമ്പനിയുടെ കറൻസി, പല രാജ്യത്തിൻ്റെ കറൻസിയുടെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഫോമാറ്റും കൊടുത്തിട്ട് കാണിക്കുന്നതാണ് ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. ആണ് കടന്നത്. നേരത്തെ ആദ്യം കടന്നത് 1 lakh ആയിരുന്നു. അതിൻ്റെ നമ്മളിപ്പോൾ നമ്പർ ഓഫ് ടെസ്റ്റ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോമാറ്റ് എന്ന് പറയുന്ന നമ്പറാണ് അതിൻ്റെ. അപ്പോൾ ആ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാകും 1000 സെപ്പറേറ്റർ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ആ നമ്പർ ഫോമാറ്റ് ചെയ്യേണ്ടത്.
കറൻസി നമ്മൾ കൊണ്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റാനായിട്ട് അക്കൗണ്ടിങ്ങും അതെല്ലാം തന്നെ ഷോർട്ട് ഡേറ്റ് കണ്ടു, ലോങ് ഡേറ്റ് കണ്ടു, ടൈം ഫോർമാറ്റ് കണ്ടു, പെർസെൻറ്റേജ് കണ്ടു, അങ്ങനെയൊക്കെ മെയിനായിട്ടുള്ളത് നമ്മൾ കണ്ടു. ഹോം ഫ്രണ്ട് അലൈൻമെന്റ് അതെല്ലാം നമ്മൾ കഴിഞ്ഞു. നമ്പർ ഫോർമാറ്റ് ചെയ്ത് രണ്ടും കഴിഞ്ഞു. ഫോൺ നമ്പർ അപ്പോൾ ഹോം ഫോൺ അലൈൻമെന്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സച്ച് ആസ് ഫോണ്ട്, ബോർഡേഴ്സ്, കളേഴ്സ്, അലൈൻമെന്റ്, റാപ്പ് ടെസ്റ്റ്, മെർജർ ആൻഡ് സെൻറ്റർ എല്ലാം ഈ ഹോം ബട്ടണിലെ അലൈൻമെന്റ് ഗ്രൂപ്പിലാണ് നടക്കുന്നത്. ഈ ഹോം നമ്പർ ബട്ടണിൽ പോകാനാണ് ഹോമിൽ കൂടെ നമ്പർ ഫോർമാറ്റിംഗ് പോയി കഴിഞ്ഞാൽ ബാക്കി ക്യാൻ ആഡ് ഡിസൈഡ് നമ്പർ ഓഫ് ഡെസിമൽ, സയന്റിഫിക് നൊട്ടേഷൻ, കറൻസി സിമ്പിൾ ആൻഡ് സിമിലർ ഫോർമാറ്റ് ഇൻ എക്സൽ വിത്ത് ഓൺലി എ ക്ലിക്ക്. അതാണ് നമ്പർ ഫോർമാറ്റിംഗ് പ്രത്യേകം. ഈ ഹോം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ കണ്ടു. നമുക്കൊക്കെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഹൈ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു എന്ത് വേണം നമുക്ക് കൊടുക്കുന്നത്. ലെസ് ദാൻ കൊടുത്തത് ആ കളറ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് വലിയ ലാർജ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ ഈ കണ്ടീഷണൽ ഫോർമാറ്റ് കളർ കൊടുക്കുക. ഇത്രയ്ക്ക് മുകളിലുള്ളതിൻ്റെ എല്ലാം മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മഞ്ഞ കളർ ഇട്ട് തരും. അപ്പൊ നമുക്ക് ആ ഡാറ്റയെ തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ലാർജ് ഡാറ്റയിലൊക്കെ അങ്ങനെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം ജസ്റ്റ് എല്ലാം എക്സലിലുള്ള ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ ഇതിലേക്ക് പോവുകയാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. ഫോർമാറ്റ് നമ്മൾ ജനറൽ നമ്പർ ഫോർമാറ്റ് നമ്മൾ കണ്ടത്. ജനറൽ ഫോർമാറ്റിംഗ് ഉണ്ട്, നമ്പർ ഫോർമാറ്റിംഗ് ഉണ്ട്, കറൻസി അക്കൗണ്ടിങ്, ഡേറ്റ്, ടൈം ഫോർമാറ്റിങ്ങിലൊക്കെ ഒരു പേര് ഇട്ട് കഴിഞ്ഞാൽ ആ ഫോർമാറ്റിലോട്ട് തന്നെ മാറ്റാൻ പറ്റും. കസ്റ്റം ഫോർമാറ്റ് കസ്റ്റം ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഇതിൽ തന്നെ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൺട്രോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ +1 കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റം ഫോർമാറ്റ് വരും. നമുക്ക് എങ്ങനെ വേണേൽ അതിൻ്റെ ഫോർമാറ്റ് നമ്പറായിട്ട് അലൈൻമെന്റ് മാറ്റാം, ഫോണ്ട് മാറ്റാം, ബോർഡർ മാറ്റാം, എല്ലാം മാറ്റാം. അപ്പം അങ്ങനെ കസ്റ്റം ഫോർമാറ്റ് കൊണ്ട് നമുക്ക് വേണ്ട ഡാറ്റയിൽ വേണ്ടത് ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് ഈ കസ്റ്റം ഫോർമാറ്റ് ഉപയോഗിക്കാം. അടുത്ത ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കുക. എല്ലാ ഫോർമാറ്റിങ്ങും എൻഷുർ ക്ലാരിറ്റി ഇൻ പ്രസന്റ് ഫിനാൻഷ്യൽ ഡാറ്റയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നാവിഗേഷൻ ഷോർട്ട് കട്ട്. നമ്മളിപ്പം എങ്ങനെ എക്സലിൽ കൂടെ പെട്ടെന്ന് മൂവ് ചെയ്യണം, എങ്ങനെ പെട്ടെന്ന് സെലക്ട് ചെയ്യണം, എങ്ങനെ മൊത്തത്തിൽ ടേബിൾ ഡാറ്റ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ടേബിൾ പെട്ടെന്ന് ഒരു വർക്ക് ഷീറ്റിൽ നിന്ന് വേറൊരു വർക്ക്ഷീറ്റിലോട്ട് പോകണം എന്നൊക്കെ നോക്കാനായിട്ട് ഉള്ള ഷോർട്ട് കട്ടാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ എക്സലിൽ നമ്മൾ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എന്താണ് ആദ്യത്തെ പറഞ്ഞത് കൺട്രോൾ+ROK ആണ്. കൺട്രോൾ+ROK എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് ഡാറ്റ ഷീറ്റ് എടുക്കുകയാണ്. കോവിഡ് ഡാറ്റയുടെ ഫസ്റ്റ് A1 നമ്മൾ നിൽക്കുകയാണെങ്കിൽ കൺട്രോൾ+റൈറ്റ് ആരോ കൊടുക്കുകയാണെങ്കിൽ അതിന് അങ്ങേയറ്റത് കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയുടെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരിലേക്ക് പോകാനായിട്ട് പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നിൽക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ ഈ കോർണറിൽ നമ്മൾ ഡൗൺ ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് വന്നു. അവിടുന്ന് ലെഫ്റ്റ് ആരോ കൊടുത്തപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഡാറ്റ ഒരു കണ്ടിന്യൂസ് എന്ന് പറയാൻ ഒക്കാത്തതുകൊണ്ട്, ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനൊക്കെയില്ല. മുകളിൽ ഹെഡിങ്ങിൽ ഗ്യാപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങേയറ്റം വരെ പോയി. പക്ഷെ താഴെ വന്നപ്പോൾ ഒരിടയ്ക്ക് ഒരു ഗ്യാപ്പ് എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ കണ്ടിന്യൂസ് തന്നെ എന്ന് പറയാനൊക്കെയുള്ളൂ. ഇപ്പോൾ താഴത്തെ കണ്ടിന്യൂസ് ഡാറ്റ അല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് XFD എന്ന് പറഞ്ഞ ലാസ്റ്റ് സെല്ല് വരെ പോയി. കണ്ടോ, എക്സലിന്റെ കോളം എന്ന് പറയുന്ന ABCD അങ്ങനെ പല വിധത്തിൽ വന്ന് അവസാനിക്കുന്ന XFD എന്നൊരു നമ്പറിലേക്കാണ്. ഇനി റോയുടെ അടിയിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ഡൗൺ കൊടുത്താൽ ലാസ്റ്റ് സെല്ല് കാണും. 10,48,576 റോ ആണുള്ളത്. എക്സൽ ഷീറ്റില് 10,48,576 റോ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ വരാതെ നമ്മൾ കൺട്രോൾ+Shift എന്ന് കൊടുത്ത് കൺട്രോൾ+ഡൗൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആരോ കൊടുത്താൽ ഏറ്റവും ലാസ്റ്റ് സെല്ലാം XFD വന്നിരുന്നു. കൺട്രോൾ+ഡൗൺ കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ റോ ആയ 10,48,576 റോയിൽ വന്നിരിക്കുകയാണ്. അവ എല്ലാം ഒടിഞ്ഞൊടി ഇടയിൽ നടക്കുന്നത്. അല്ലെ നമ്മൾ ഡാറ്റ ഇങ്ങനെ മൗസ് ഓടിച്ചുകൊണ്ടിങ്ങനെ വരണമെങ്കിൽ അതിന് ഒത്തിരി സമയം എടുക്കും. അങ്ങേയറ്റത്തെ ബ്ലാങ്ക് ഡാറ്റയിലേക്ക് ആണ് പോകുന്നത്. കണ്ടിന്യൂസ് ഡാറ്റ ആണെങ്കിൽ, ഡാറ്റ ഉള്ള ടേബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ഡാറ്റ മുറിയാതെ ഡാറ്റ എവിടം വരെ ഉണ്ടോ അവിടം വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ബ്ലാങ്ക് ഷീറ്റ് കൂടെ ഫുള്ളായിട്ട് കവറായി പോകും.
ക്ലിക്ക്, റൈറ്റ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പോകുന്ന വഴിക്ക് ഡാറ്റയും കൂടെ സെലക്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ, ഡാറ്റ സെലക്ഷൻ കൂടെ നടക്കണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആരോക്കെയാണ്. കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആരോക്കെ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന നമ്മുടെ കഴ്സർ A1 നിൽക്കുകയാണ്. നമ്മൾ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഡാറ്റയിൽ ബ്രേക്ക് ഇല്ലാതെ നിൽക്കുന്ന ഡാറ്റ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. ഡൗൺ ആരോ കൊടുത്തു കഴിഞ്ഞാൽ ആ മുകളിൽ നിന്നുള്ള നേരെ താഴെ ഡൗൺ വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ടേബിൾ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ പ്ലസ് A. കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡാറ്റ സെല്ല് ഇവിടെ നിൽക്കുകയാണെങ്കിൽ, ഈ എക്സൽ ഷീറ്റിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എക്സൽ ഈ സെല്ലിന് അറിയാം അതിൻ്റെ ചുറ്റുമുള്ള കണ്ടിന്യൂസ് ഡാറ്റ എന്താണെന്ന് അറിയാൻ പറ്റും. എന്താണ് ബന്ധിക്കപ്പെട്ട ഡാറ്റ. ഇതും ഇവിടെ ഈ ഒരു ഡാറ്റ വഴി, ഹെഡിങ് വഴി ഇതെല്ലാം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. എക്സലിന് അറിയാം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഡാറ്റ ഏതൊക്കെയാണ്. അതുകൊണ്ട് അത് കൺട്രോൾ പ്ലസ് A കൊടുത്താൽ ഉടനെ ആ ഡാറ്റ മൊത്തമായിട്ട് ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ ജേക്കബ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ അത് ഈ കോമൺ ഡാറ്റ ആയിട്ട്, ഈ ഡാറ്റ ആയിട്ട് ബന്ധമില്ല. ഒരു ഷീറ്റ് ഒരു കോളം വിട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു സെല്ല് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ A കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ സെലക്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ പുറത്ത് കിടക്കുന്ന ഡാറ്റ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു റോ ഗ്യാപ്പുള്ള ഡാറ്റ ഒന്നും കൺട്രോൾ A കൂടെ സെലക്ട് ആകത്തില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ എല്ലാം സെലക്ട് പെട്ടെന്ന് ചെയ്യാനും ഫിൽറ്റർ കൺട്രോൾ അതിന് ഫിൽറ്റർ ചെയ്യാനും എല്ലാം വളരെ ഈസി ആയിട്ട് പറ്റും. പല ഇതുണ്ടെങ്കിലേ നമുക്ക് എക്സൽ ഷീറ്റിൽ കൂടെ 3 ഷീറ്റ് ഉണ്ട്. ഈ 3 ഷീറ്റിൽ കൂടെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ കഴ്സർ എടുത്ത് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാതെ ഇവിടെ നിന്നുകൊണ്ട് കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ, പേജ് ഡൗൺ കൊടുത്താൽ അടുത്തടുത്ത വിൻഡോട്ട് പോകും. പേജ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കയറി പേജ് അപ്പ്. അതാണ് എൻ്റെ കൺട്രോൾ പ്ലസ് പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ഉപയോഗിച്ചാൽ നമുക്കൊരു ഷീറ്റിൽ നിന്ന് ഒരു വർക്ക് ഷീറ്റിൽ നിന്ന് അടുത്ത വർക്ക് ഷീറ്റിലോട്ട് വർക്ക് പേജിലോട്ട് പോകാൻ പറ്റും. അതും അങ്ങനെ ഷോർട്ട് കട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റും. അങ്ങനെ 4 മെയിൻ നാവിഗേഷൻ ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ അടുത്ത വിൻഡോയിലേക്ക് പോവാണ്. അടുത്ത സ്ലൈഡ് വന്ന ഫോർമാറ്റ് പെയിന്റർ, ഇൻസേർട്ട്, ഡിലീറ്റ്, ന്യൂ റോസ് ഓർ കോളംസ് ആൻഡ് ഓട്ടോഫിൽ. ഫോർമാറ്റ് പെയിന്ററിനെ പറ്റി നമുക്കറിയാം. അടുത്ത ഒരു ഇതാണ് എക്സൽ എടുത്തു കഴിഞ്ഞാൽ ഫോർമാറ്റ് പെയിന്റർ. ഇതാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഒരു ഷീറ്റിലുള്ള ഇത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോർമാറ്റ് സെൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും അതേ ഫോർമാറ്റിലോട്ട് മാറുന്നു. ഈ ഫോർമാറ്റ് ഒരു സെല്ലിലുള്ള ഫോർമാറ്റിങ് കോപ്പി ചെയ്ത് വേറൊരു സെല്ലിലോട്ടോ വേറൊരു കണ്ടിന്യൂസ് റോയിലോട്ടോ കൊടുക്കാനുള്ള അതിനാണ് പറയുന്നത് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഫോർമാറ്റിൽ അവിടെ ഫോർമാറ്റ് ആവും. അതാണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്നത്. Format copy the formatting from one cell to another cell or multiple continuous cell. If for different data in different cell, double click on the format painter and do ഇത് വ്യത്യസ്തപ്പെട്ട് കിടക്കുകയാണ്. ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് പെയിന്ററിന്റെ സെലക്ഷൻ അതേപോലെ നിൽക്കും. വ്യത്യസ്തമായ സെല്ലുകളൊക്കെ നമുക്ക് ആ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച് കോപ്പി ചെയ്ത് ആ ഫോർമാറ്റ് എല്ലാത്തിലോട്ടും വരികയാണ്. അപ്പം അതിന് വേണമെങ്കിൽ പിന്നെയും പോയി അവിടെ ക്ലിക്ക് ചെയ്യുക. അതാണ് ഫോർമാറ്റ് സെൽ മാറി. അപ്പം നമുക്ക് ഫോർമാറ്റ് പെയിന്റർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷീറ്റിലോട്ടോ ഒരു സെല്ലിലെ ഫോർമാറ്റ് വേറൊരു സെല്ലിലോട്ടോ കണ്ടിന്യൂസ് ഷീറ്റിലേക്ക് ഒരുമിച്ച് ചെയ്യാം. വ്യത്യസ്തമായ സെല്ലാണെങ്കിൽ ആ ഫോർമാറ്റ് പെയിന്ററിന് ഡബിൾ ക്ലിക്ക് ശേഷം നമുക്ക് വ്യത്യസ്തമായ സെല്ല് സെലക്ട് ചെയ്താൽ ഫോർമാറ്റ് പെയിന്റർ എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കേഷൻ വരും. പിന്നെ ഇൻസേർട്ടിങ് റോസ് ആൻഡ് കോളംസ് നമുക്കറിയാം. ഫോർമാറ്റ് പിന്നെ ഇൻസേർട്ടിങ് കോളം ഒരു എക്സൽ ചെയ്യുകയാണെങ്കിൽ അത് ടോപ്പിലാണ് ഇൻസേർട്ട് ആണ്. നമ്മൾ ഏത് ഇത് റോ ആണോ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുത്ത് അതിന് റോ ടോപ്പിലായിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ സൈഡിലും റോയുടെ ടോപ്പിലുമാണ് ഇൻസേർട്ട് ആകുന്നത്. റോ ടോപ്പിലും കോളം ലെഫ്റ്റിലും ഇൻസേർട്ട് ആവും. അറിഞ്ഞിരിക്കണം. പിന്നെന്താണ് എക്സൽ ഹാസ് മെമ്മറി വൈൽ ഫോർ ഡിലീറ്റിംഗ് ഡാറ്റ ഫോർമാറ്റ് വെച്ചാൽ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ശേഷവും നമ്മൾ വേറെ ആരെങ്കിലും രമേശ് പഠിച്ചു കഴിഞ്ഞാൽ
രമേശ് അടിച്ചു കഴിഞ്ഞാൽ അതും അതേ ഫോമാറ്റിൽ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ എക്സലിൽ നിന്ന് കളഞ്ഞ് ഡിലീറ്റ് ചെയ്ത ശേഷം സന്തോഷം എന്ന് അടിച്ചാൽ ആ പച്ച കളറെല്ലാം അവിടെയും വരും. അതിന്റെ ഫോമാറ്റിംഗ് മാറുന്നില്ല. അതാണ് എക്സൽ ആ സെല്ലിലെ ഫോമാറ്റിംഗ് കീപ്പ് ചെയ്യും. ഡാറ്റ ഡിലീറ്റ് ചെയ്താലും ഫോമാറ്റിംഗ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഫോമാറ്റിംഗ് അവിടെ കാണും. അതിനകത്ത് എക്സലിന് ഒരു മെമ്മറി ഉണ്ട്. ആ എക്സൽ ഷീറ്റിന്റെ മെമ്മറി അത് ശേഖരിച്ച് വെച്ചു. ഇപ്പൊ അത് ഫോമാറ്റിംഗ് ഉൾപ്പെടെ ഡാറ്റ കാണണമെങ്കിൽ ആ കോളം മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ മാത്രമേ ആ ഫോമാറ്റിംഗും ഡാറ്റയും കൂടെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഫോമാറ്റ് അവിടെ ഇരിക്കുക. അതാണ് പറഞ്ഞത് ഫോമാറ്റിംഗ് ആസ് എ മെമ്മറി എന്ന് പറയുന്നത്. എക്സൽ ആസ് എ മെമ്മറി. ഓട്ടോഫിൽ ഡാറ്റ ക്രിയേറ്റ് ഇൻഡെക്സ് കോളം. നമ്മൾക്ക് എക്സൽ കണ്ടിന്യൂസ് ഡാറ്റ മാത്രമേ ഓട്ടോഫിൽ ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്പർ ഇടുവാണെങ്കിൽ നമ്പർ ഒരു ബേസിക് നമ്പറും അതിനൊരു വേറൊരു എക്സാമ്പിൾ എന്ന് ഒന്ന് വെച്ച് കൂടുകയാണെങ്കിൽ അതിന്റെ അടുത്ത നമ്പർ ഇടുമ്പോഴേ എക്സൽ മനസ്സിലാവുള്ളൂ ഇത് ഇത് ഒന്ന് വെച്ച് കൂടുന്ന ഒരു പാറ്റേൺ ആണ്. അങ്ങനെ അത് എക്സൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്മോൾ ഇതിൽ ഒരു ക്രോസ് ഉണ്ട്. ആ സ്മോൾ ക്രോസ്, ഈ കാണുന്ന സ്മോൾ ക്രോസ് ബ്ലാക്ക് ക്രോസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതെല്ലാം ഡാറ്റ എവിടം വരെ ഉണ്ടോ അവിടം വരെ അത് ഫില്ല് ചെയ്ത് അതിനാണ് പറയുന്നത് ഓട്ടോ ഫിൽ എന്ന് പറയുന്നത്. എൻഡ് എന്ന് പറയുന്നത് ഇങ്ങേ അറ്റം വരെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒന്നെന്ന് പറഞ്ഞ് എഴുതേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് നിന്ന് പോയതിന്റെ കാര്യം എന്താണെന്ന് നോക്കണം. ഇവിടെ വന്നപ്പോൾ നിൽക്കാൻ കണ്ട ഇവിടെ ഒരു കോളം ഇൻസേർട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോളം ഗ്യാപ്പ് കിടക്കുന്നതാണ് ഇവിടെ നിന്ന്. അപ്പം എക്സൽ ഇങ്ങനെ ഓട്ടോ ഫിൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നോക്കും. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റിലേക്കും നോക്കിയിട്ട് എവിടം വരെ ഡാറ്റ ഉണ്ടോ അവിടം വരെ ഫില്ല് ചെയ്ത് ഓട്ടോ ഫിൽ ചെയ്യുള്ളൂ. ഇവിടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കടന്നുകൊണ്ട് താഴോട്ട് റീഫിൽ ചെയ്യില്ല. അപ്പം എക്സലിന് റീഫിൽ ചെയ്യുന്ന കണ്ടിന്യൂസ് ഡാറ്റ എവിടം വരെ ഉണ്ടോ അവിടം വരെ അത് ഓട്ടോ ഫിൽ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു ആദ്യം ഒരു നമ്പറും കൊടുക്കണം. അതിനുള്ള എക്സാമ്പിൾ ഇപ്പം 1, 2 എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് ഒന്നാണെങ്കിൽ എക്സൽ ഓരോന്നോരോന്ന് കുറയ്ക്കണമെന്ന് എക്സൽ മനസ്സിലാവും. ആ പാറ്റേൺ ആദ്യം ബേസിക് നമ്പറും പിന്നെ വന്ന നമ്പറും കൂടെ എക്സാമ്പിൾ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ബ്ലാക്ക് ക്രോസിന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേ ഓർഡറിൽ ഓരോന്നോരോന്ന് കുറഞ്ഞ് -1, -2, -3 ഓരോന്നോരോന്ന് കുറഞ്ഞ് പോയിരിക്കുകയാണ്. എവിടം വരെ കണ്ടിന്യൂസ് ഡാറ്റ ഉണ്ടോ അവിടം വരെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പാറ്റേൺ അതിന് എക്സൽ മനസ്സിലാകും. പക്ഷെ ചില കാര്യം കസ്റ്റം പാറ്റേൺ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു ജാനുവരി എന്നൂടെ എഴുതി കഴിഞ്ഞാൽ എക്സലിന് അറിയാം ബാക്കി ഫെബ്രുവരി ആണോ എന്ന് ആദ്യം ഒരു ഇത് കൊടുത്താൽ മതി. അതിന് രണ്ടാമത് പോയിട്ട് അതിന് എക്സാമ്പിൾ ഇട്ട് കൊടുക്കണ്ട. എക്സലിന് കസ്റ്റം ഡാറ്റ ആയിട്ട് അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അടുത്ത വരാൻ പോകുന്ന നമ്പർ എന്താണെന്ന് അറിയാം. പക്ഷെ അടുത്ത നമ്പർ കൊടുത്താലേ അതിന്റെ പാറ്റേൺ അറിയാൻ പറ്റുള്ളൂ. ജാനുവരിക്ക് എല്ലാം മാറ്റമില്ലാത്തതുകൊണ്ട് ഒരേ ഓർഡർ ആയതുകൊണ്ട് അത് കസ്റ്റം നമ്പറായിട്ട് കസ്റ്റം ഡാറ്റ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതേ ഓർഡറിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഡിസംബർ പിന്നെയും ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ അങ്ങേയറ്റം വരെ അത് ഫില്ല് ചെയ്ത് തരും. ജാനുവരി ഉണ്ട്. പിന്നെ നമ്മൾ മൺഡേ എന്നിട്ട് കഴിഞ്ഞാൽ അതും കസ്റ്റം ഡാറ്റയിൽപ്പെട്ടാണ്. ഇപ്പൊ നമ്മള് മൺഡേ എന്നൊരു ഇത് ഇടുവാണെങ്കിൽ അത് നെക്സ്റ്റ് വരാൻ പോകുന്ന എന്താന്ന് എക്സലിന് അറിയാം. മൺഡേ എന്നിട്ട് കഴിഞ്ഞാൽ അതിനെ ക്രോസ് ബട്ടൺ കഴിഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ അതിനൊരു എക്സാമ്പിൾ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. നമ്പർ ഫില്ലിംഗ് ആണെങ്കിൽ ഒരു നമ്പറും ബേസിക് നമ്പറും അതിന്റെ പാറ്റേൺ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്താൽ രണ്ടും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫില്ല് കണ്ടിന്യൂസ് ഡാറ്റ ഉള്ള അത്ര അറിവിലായും ജാനുവരി മന്ത് ഡേയ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കസ്റ്റം ഡാറ്റ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എക്സലിന് അടുത്ത് വരാൻ പോകുന്ന നമ്പർ കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് വേറെ എക്സാമ്പിൾ കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഓട്ടോ ഫിൽ ഡാറ്റ മന്ത്. അടുത്ത സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ് ഓപ്ഷൻ ആണുള്ളത്. സോർട്ടിങ് അറേഞ്ചിങ് ഡാറ്റ ഇൻ എ പർട്ടിക്കുലർ മാനർ. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ഡാറ്റ ഇൻ എ പർട്ടിക്കുലർ മാനർ. A to Z ഇത് ആൽഫബറ്റ് ആണെങ്കിൽ A to Z അല്ലെങ്കിൽ Z to A ഓർഡർ ചെയ്യുക. നമ്പർ ആണെങ്കിൽ ലാർജസ്റ്റ്, സ്മോളസ്റ്റ്, ലാർജസ്റ്റ്. ഡേറ്റ് വെച്ച് ഓർഡർ നമ്മൾ സോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് അല്ലെങ്കിൽ ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് അങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. വൺസ് വി സോർട്ട് എനി കോളം ഡാറ്റ എൻ്റർ റോ വിൽ ബി സോർട്ടഡ്. നമ്മൾ ഒരു കോളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ഡാറ്റ വെച്ചുകൊണ്ട് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോ ആണ് സോർട്ട് ചെയ്യുന്നത്. റോയിൽ മാറ്റം വരത്തില്ല.
റോ മൊത്തമായിട്ടേ മാറുള്ളൂ. ഒരു കോളർ സെല്ലിനെ ബേസ് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ റോ മൊത്തമായിട്ടാണ് മാറുന്നത്, ഇടയ്ക്ക് വെച്ച് ഇത് വരത്തില്ല. ഹൗ ടു ഡു സോർട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിപ്പോൾ സോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഹോം ബട്ടണിൽ പോയിട്ട് സോർട്ട് ആൻഡ് ഫിൽറ്റർ ഉണ്ട്. അങ്ങനെ ഫിൽറ്റർ ഓൺ ചെയ്യണം. ഫിൽറ്റർ ബട്ടൺ ഓൺ ചെയ്യുമ്പോഴാണ് സോർട്ടിംഗ് ഉള്ള വിൻഡോയും വരുന്നത്. അപ്പോൾ സോർട്ടിംഗ് വരാനായിട്ട് നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് വൈസ് സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ 2 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോർട്ട് ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് ഉണ്ട്, ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് വെച്ചാൽ ആദ്യം മുകളിൽ കിടക്കും, താഴോട്ട് ന്യൂവസ്റ്റിലോട്ട് ന്യൂവസ്റ്റ് ഉണ്ട്. അത് വേണ്ട, നമുക്ക് സോർട്ട് ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് കൊടുത്താൽ ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് ആദ്യം വന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മുകളിൽ കിടക്കും, താഴോട്ട് താഴെ കിടക്കും. അങ്ങനെ ഇതിപ്പോൾ അത് മാറ്റാനായിട്ട് ഇപ്പം നമ്മളിപ്പോൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ വിൻഡോയും ഉണ്ട്, ഒരു ആരോയും ഇവിടെ ഉണ്ട്. ഈ ആരോയാണ് ഇപ്പോൾ ഈ സെല്ലിൽ നമ്മൾ ഇത് നടന്നു എന്ന് കാണാം. നമ്മൾക്ക് ഇപ്പോൾ അൺഡു ചെയ്യണമെങ്കിൽ ഈ സോർട്ടിങ് അൺഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ ഇസെറ്റ് കൊടുക്കണം. ഒരു സോർട്ടിങ് മാത്രമേ നിലനിൽക്കുള്ളൂ. ഒരു സോർട്ട് ആയിട്ട് വേറൊരു സോർട്ട് ചെയ്യുമ്പോൾ മറ്റേ ആദ്യം ചെയ്ത സോർട്ടിങ് മാറും. അപ്പൊ ഒരേ സമയത്ത് സോർട്ടിങ് സമയത്ത് ഒരു സമയത്തുള്ള ഫിൽറ്ററിങ് നമുക്ക് ഒന്നിലധികം കണ്ടീഷൻ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. പക്ഷേ സോർട്ടിങ്ങിൽ നമുക്ക് ഒറ്റ സോർട്ട് മാത്രമേ പറ്റുള്ളൂ. സോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് സോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ റോ ബേസ് ചെയ്ത റോ എല്ലാം മൊത്തത്തിലാണ് ഇങ്ങോട്ട് മാറുന്നത്. അപ്പൊ ഈ ഡാറ്റ ഇങ്ങോട്ട് മാറുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നേരെയുള്ള റോയിൽ കിടക്കുന്ന എല്ലാ ഡാറ്റയും മുകളിലോട്ട് മാറും. അങ്ങനെ ഇതായിട്ട് മാറും. കണ്ടിന്യൂസ് ഡാറ്റ മൊത്തമായിട്ട് റോയാണ് മുകളിലോട്ടും താഴോട്ടും മാറുന്നത് സോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ A to Z ആണെങ്കിൽ, ഇത് ആൽഫബറ്റിക് ഇതാകട്ടെ A to Z നമ്മൾ സോർട്ട് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കേരള ആൻഡമാൻ നിക്കോബാർ മുകളിലോട്ട് കയറിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട റോയിലുള്ള ഡാറ്റ മൊത്തം മുകളിലോട്ട് വരും. അങ്ങനെ പതിയായിട്ട് മൂവ് ചെയ്യത്തില്ല. എല്ലാ റോയിലുള്ള ഒരേ ഡാറ്റ മൊത്തമായിട്ട് മുകളിലോട്ടോ താഴോട്ടോ മാറുന്ന പരിപാടിക്കാണ് സോർട്ടിംഗ് എന്ന് പറഞ്ഞത്. ടൈപ്പ് ഓഫ് ഫിൽറ്ററിങ് ആയിട്ട് ടെസ്റ്റ് ബേസ്ഡ് ഫിൽറ്ററിംഗ് ഉണ്ട്, ഡേറ്റ് ബേസ്ഡ് ഫിൽറ്ററിംഗ് ഉണ്ട്, നമ്പർ ബേസ്ഡ് ഫിൽറ്ററിംഗ് ഉണ്ട്. എന്താണ് ഫിൽറ്ററിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിൽറ്ററിംഗ് ഈസ് ബേസിക്കലി എ പ്രോസസ് ഓഫ് ഹൈഡിങ് സം ഡാറ്റ റോസ് you don't want to see and see the data that you want to see. To enable filter form sort നമ്മൾ ഫിൽറ്റർ സോർട്ട് എനേബിൾ ചെയ്ത പോലെ സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോയി തന്നെയാണ് ഫിൽറ്റർ നമ്മൾക്ക് എനേബിൾ ചെയ്യേണ്ടത്. ദെൻ ഡ്രോപ്പ് ഡൗൺ അർത്ഥം സോർട്ട് ആക്റ്റീവ് ആയി കിടക്കുക എന്നുള്ളത്. അവിടെ ഫിൽറ്റർ ആക്റ്റീവ് ആയി കിടക്കുകയാണ്. ഫിൽറ്ററിൽ നമ്മൾ നോക്കിയാൽ ആ ഫിൽറ്ററിംഗ് ബട്ടൺ പോകും. കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ആക്റ്റീവ് ആക്കി, അതിൻ്റെ ഹെഡിങ്ങിൽ ആക്റ്റീവ് ആക്കി. ഇനി നമ്മൾ പറയുന്നത് ഇത് ആസാം മാത്രമുള്ള ഡാറ്റ മതി എന്ന് പറഞ്ഞാൽ ആസാം മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആസാം ഡാറ്റ മാത്രമായിട്ട് വരും. ഇപ്പൊ ഇവിടെ കണ്ടിന്യൂസ് അല്ലാത്ത ഒരു ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് ആകെ താഴോട്ടുള്ള ഫിൽറ്റർ ആയില്ല. കണ്ടിന്യൂസ് ഡാറ്റ മാത്രമാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഫിൽറ്റർ കൊടുക്കുകയാണ്. ആസാം മാത്രമായിട്ട് സെലക്ഷൻ കളഞ്ഞിട്ട് ആസാം മാത്രം ഫിൽറ്റർ ചെയ്താൽ ആസാം മാത്രം വരുള്ളൂ. ബാക്കിയെല്ലാം അപ്പോൾ വേണ്ടത് കാണാനും വേണ്ടാത്ത മറയ്ക്കാനുമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് പറയുന്നത് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആസാം സ്റ്റേറ്റിലുള്ള കോവിഡ് ഡാറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫിൽറ്ററിംഗ് കളയണേ നമ്മൾ ആസാമിനോട് പോയിട്ട് ഇവിടെ ചെയ്യണം. നമ്മൾ എവിടെ ഏത് കോളനെ ബേസ് ചെയ്താണ് ഫിൽറ്റർ ചെയ്യാന്ന് അറിയാനായിട്ട് ഈ ഫണൽ സിമ്പിൾ നോക്കിയാൽ മതി. ഇവിടെ ഫിൽറ്ററിംഗ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ കോളം ബേസ് ചെയ്ത് നമ്മൾ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഫണൽ ബട്ടൺ നോക്കി നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും. ക്ലിയർ ഫിൽറ്റർ ഫ്രം ഡിലീറ്റഡ് സ്റ്റേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഫിൽറ്ററിങ് മാറി കിട്ടും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ഡാറ്റ വരും. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യാനും പിന്നെ ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ ഡേറ്റ് കോളത്തിൽ വന്ന് ഫിൽറ്റർ ഡേറ്റ് വൈസ് കോളത്തിൽ ചെയ്താൽ സോർട്ട് ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് കൊടുക്കാം. ഈ ഏജ് വൈസ് ബ്രേക്കപ്പ് ഏജ് ആണെങ്കിൽ ലാർജസ്റ്റ് സ്മോളസ്റ്റ് പ്രായം കൂടിയ ആൾക്കാർ ഡാറ്റ ആദ്യം വരും. ഇപ്പം 2 ഫിൽറ്ററിങ് ഒരേപോലെ സാധിക്കും, പക്ഷെ 2 സോർട്ടിങ് ഒരേപോലെ സാധിക്കില്ല. അതാണ് പ്രത്യേകത. ടു എനേബിൾ ഫിൽറ്റർ ഫോംസ് നമുക്ക് ടു അൺഡു പറഞ്ഞ ഷോർട്ട് കട്ട്. ഇനി നമ്മൾ ഫിൽറ്ററിങ് എടുക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്നൊരു ബട്ടണാണ്. നമ്മളിത് എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഫിൽറ്റർ കിടക്കുന്നതുകൊണ്ട് ഡ്രോപ്പ് ഡൗൺ മെനു കാണിക്കുന്നു. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പോകും. ഇനി പുതിയതായിട്ട് നമുക്ക് ഇത് ഫിൽറ്ററിങ് വരണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്താൽ മതി. ആ വർക്ക് ബുക്ക് കഴിഞ്ഞ് സോർട്ട് ബട്ടൺ തപ്പി നടക്കേണ്ട കാര്യമില്ല. കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുക്കുക
അത് ബട്ടൺ വരികയും ചെയ്യും. അൺഡു ചെയ്യാനും അതേ ബട്ടൺ തന്നെ നിൽക്കാൻ മതി. അപ്പം കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ബുക്കിൽ തന്നെ ഫിൽറ്റർ ആക്റ്റീവ് ആക്കാൻ ചെയ്യാൻ പറ്റും. The filtering continue. Another way of filtering based on some criteria such as data sort and filter drop down test filter. അപ്പോൾ നമുക്ക് ഫിൽറ്ററിങ് നോക്കുവാണെങ്കിൽ നമ്മൾ ഡാറ്റ എടുക്കുവാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫിൽറ്റർ ബട്ടൺ ഓപ്പൺ ചെയ്തു. നമുക്ക് വേറൊരു വിധത്തിൽ നമ്മൾ കേരള നമ്മൾ കണ്ടു സ്റ്റേറ്റ് വൈസ് നമ്മൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് വേറൊരു വിധത്തിൽ നമുക്ക് പറ്റിയ ടെസ്റ്റ് ഫിൽറ്റർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ കേരള എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേരള മാത്രമായിട്ട് നമുക്ക് അപ്പം രണ്ട് വിധത്തിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്ത് കേരള മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് ഫിൽറ്റർ കൊടുത്ത് ഈക്വൽ ടു കൊടുത്ത് കേരള അടിച്ചു കൊടുത്താലും, അല്ലെങ്കിൽ ഡസ് നോട്ട് ഈക്വൽ ടു കൊടുക്കാം. ബാക്കിയുള്ള സ്റ്റേറ്റ് എല്ലാം കൂടെ കിട്ടും. ബിഗിൻ വിത്ത് കെ വെച്ച് കൊടുത്ത കേരള ഉൾപ്പെടെ കിട്ടും. എൻസ് വിത്ത് എന്നിട്ട് കണ്ടെയ്ൻസ് കേരള കിട്ടും. ഡസ് നോട്ട് കണ്ടെയ്ൻ കിട്ടും. അങ്ങനെ കസ്റ്റം ഫിൽറ്റർ കൊടുത്താൽ നമുക്ക് ഇത് കേരളയും വേണം, ഡസ് നോട്ട് ഈക്വൽ ടു ആസാമും ആണെങ്കിൽ അങ്ങനെ വരും നോക്കാം. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് ഫിൽറ്റർ ഒരുമിച്ച്. അപ്പം ഡസ് നോട്ട് ഈക്വൽ ടു ആസാം ഈക്വൽ ടു കേരള ആകുമ്പോൾ കേരള മാത്രം വരുള്ളൂ. അതാണ് ലോജിക്ക്. അപ്പോൾ നമ്മളിത് കളയാനായിട്ട് ഫിൽറ്ററിങ് കളയാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എല്ലാം ഒന്നുകൂടെ കൊണ്ട് ഫിൽറ്ററിങ് മാറി അണ്ടുവാ. അതുപോലെ തന്നെ നമ്പർ ബേസ് അത് രണ്ട് വിധത്തിലുണ്ട്. നമ്പർ ബേസിന്റെ നമുക്ക് വേണ്ട നമ്പർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഫിൽറ്ററിംഗ് കൂടെ പോവാം. ഡേറ്റാ ബേസ് ഫിൽറ്ററിങ്, അതുപോലെ ഡേറ്റ് ബേസ് ഫിൽറ്ററിംഗ് ഉണ്ട്. ഡേറ്റ് ബേസ് ഫിൽറ്ററിംഗ് ആകുമ്പോൾ ഡേറ്റിന്റെ ഓർഡറിലാണ് അത് കാറ്റഗറൈസ് ഗ്രൂപ്പ് ചെയ്ത് അതിന്റെ മന്ത് ഡേറ്റ് വൈസ് ഫിൽറ്ററിങ്ങിനൊക്കെ ഗ്രൂപ്പ് ടു ഇയർ ആയിട്ട് ആദ്യം ഗ്രൂപ്പ് ചെയ്ത് പിന്നെ മന്ത് വൈസ് ഗ്രൂപ്പ് ചെയ്യണം. അപ്പം എളുപ്പത്തിൽ ഇയർ വൈസും മന്ത് വൈസും ഒക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഓരോ ഡേറ്റ് വൈസ് അല്ല കിടക്കുന്നത്. ക്രൈറ്റീരിയ ബേസ്ഡ് ഡാറ്റ ഫിൽറ്റർ അതും ഈക്വൽ ടു ആ ഡേറ്റിലുള്ള ഡാറ്റ വേണമെങ്കിൽ തരും. ബിഫോർ ആ ഡേറ്റിലുള്ള ഡാറ്റയ്ക്ക് ഉള്ള ഡാറ്റ കോവിഡ് ഡാറ്റ തരും. ആഫ്റ്റർ പർട്ടിക്കുലർ ഡേറ്റിന് ശേഷമുള്ള ഡാറ്റ വേണം അങ്ങനെ തരും. പിന്നെ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ സ്പെല്ലിംഗ് അറിയത്തില്ല, കേരളയുടെ അറിയത്തില്ലെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ കേരള ഉൾപ്പെടെയുള്ള ഡാറ്റ കിട്ടും. നമുക്ക് നോക്കാം. ഞാൻ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ എനേബിൾ ചെയ്യാൻ കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്തു. നമ്മൾ കസ്റ്റം ഫിൽറ്റർ കേരളയുടെ സ്റ്റേറ്റ് എടുത്തിട്ട് ടെസ്റ്റ് ഫിൽറ്റർ എടുത്ത് കസ്റ്റം ഫിൽറ്റർ എടുക്കുന്നു. ഈക്വൽ ടു നമുക്ക് കേരളയുടെ സ്പെല്ലിങ് KE ഉണ്ടെന്ന് അറിയാത്ത സ്പെല്ലിംഗ് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് AL ഇട്ട് കൊടുത്താൽ ഈക്വൽ ടു കേരള എന്നുള്ളതിന് അറിയാത്തോണ്ട് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഓക്കെ കൊടുത്താൽ കേരള വിളിച്ചുള്ള ഫിൽറ്ററിംഗ് എല്ലാം വരും. ഇനി നമുക്ക് അത് അണ്ടു കൊടുക്കാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്ത് അണ്ടു കൊടുത്ത് ഫിൽറ്ററിങ്. ഇനി നമുക്ക് രണ്ട് സ്പെല്ലിംഗ് അറിയത്തില്ല, കേരളയുടെ രണ്ട് സ്പെല്ലിംഗ് അറിയില്ലേ, ഫിൽറ്റർ ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുക്കുന്നു. അവിടെ നമ്മൾ ടെസ്റ്റ് ഫിൽറ്റർ എടുത്ത് കസ്റ്റം ഫിൽറ്റർ എടുക്കുന്നു. അതിനകത്ത് കൺട്രോൾ കേരളയുടെ ഈക്വൽ ടു KE അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. AU അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. KERALA കിട്ടും. അപ്പൊ ഈ രണ്ട് അറിയത്തില്ലെങ്കിലും നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആ സ്ഥാനത്ത് കൊടുത്ത് ആ സ്പെല്ലിങ്ങിന്റെ അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ കേരള വെച്ചിട്ടുള്ള ഡാറ്റ എല്ലാം മൊത്തമായിട്ട് കറക്റ്റായിട്ട് കിട്ടി. അതിനാണ് വൈൽഡ് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. വൈൽഡ് കാർഡ്സ് എന്ന് പറയും. ഇത് നമുക്ക് ഒരു ഡാറ്റ ഇതിനകത്ത് ഇത് കളയാനായിട്ട് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എല്ലാം കൂടെ കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് പ്രദേശം അവസാനിക്കുന്ന ഉത്തർപ്രദേശുണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്. അപ്പൊ നമുക്ക് പ്രദേശം അവസാനിക്കുന്ന സ്റ്റേറ്റുകളെല്ലാം വേണം. അതിനായിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഫിൽറ്റർ ആക്റ്റീവ് ആയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്തു. ഫിൽറ്റർ ആക്റ്റീവ് ആയി ഡ്രോപ്പ് ഡൗൺ വിൻഡോ വന്നു. നമ്മൾ അവിടെ വെച്ചിട്ട് ടെസ്റ്റ് ഫിൽറ്ററിൽ കസ്റ്റം ഫിൽറ്റർ കൊടുത്തു. നമുക്ക് പ്രദേശത്തുള്ള കിട്ടാനായിട്ട് സ്റ്റാർ ഇട്ടിട്ട് PRADSH പ്രദേശത്ത് സ്റ്റാർ ക്ലോസ് ചെയ്താല് ചേർത്ത് കൊടുത്താല് പ്രദേശത്തിലൊന്നും പേരുള്ള എല്ലാ പേരും ഉണ്ടാവും. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അങ്ങനെയുള്ള പ്രദേശത്തിൽ അവസാനിക്കുന്ന പ്രദേശം എന്നൊരു വാക്കുള്ള എല്ലാ സ്റ്റേറ്റും വെച്ചിട്ട് ഫിൽറ്റർ ആയിരിക്കുകയാണ്. കേരള എല്ലാം പുറത്തു പോയി.
അതാണ് അതിൻ്റെ. അപ്പം അതിനാണ് വൈൽഡ് കാർഡ് സെർച്ച് എന്ന് പറയുന്നത്. ഫിൽട്ടറിംഗ് ആണ് ഇത്. നമ്മൾ തിരിച്ച് ഇനാക്റ്റീവ് ആക്കുവാണ് കൺട്രോൾ ഷിഫ്റ്റ്. ഇത് നമ്മൾ എക്സൽ എസെൻഷ്യൽ കൺസെപ്റ്റ് ഇൻ എക്സൽ ഫോർമുലയാണ് പറയുന്നത്. റിലേറ്റീവ് റെഫറൻസ് ആൻഡ് റിലേറ്റീവ് അബ്സല്യൂട്ട് റെഫറൻസ്. റിലേറ്റീവ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റയുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട റിസൾട്ടിന്റെ സെല്ലിന്റെ അനുസരിച്ച് ഡാറ്റ അതിന്റെ കറസ്പോണ്ടിങ് റെഫറൻസ് സെല്ല് മാറുന്നതിനാണ് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറഞ്ഞത്. അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മുടെ നമ്മൾ സെല്ല് ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് ഡാറ്റയുടെ അഡ്രസ് മാറാതിരിക്കുന്നതിനാണ് അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറഞ്ഞത്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഫോർമുല ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ഈ ഫോർമുല നമുക്ക് പഠിക്കുമ്പോൾ എസെൻഷ്യൽ കൺസെപ്റ്റ് ഇൻ എക്സൽ ഫോർമുല ഉണ്ട്. അതിനകത്ത് റൂൾ റൈറ്റിംഗ് ഫോർമുല ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു. എന്നാലും കുറെ റൂൾസ് ഉണ്ട്. നമ്മൾ ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ കുറെ റൂൾസ് ഉണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഫോർമുല ലൈബ്രറി ഇൻ എക്സൽ. നമ്മൾ ഫിനാൻഷ്യൽ ഫോർമുല പറഞ്ഞ IRR, NPV, PMT, അങ്ങനെ 57 നമ്പറുണ്ട്. ലോജിക്കലാണെങ്കിൽ ബൈ കോൾ, ബൈ റോ, IF, IFNA, ലാംഡ എല്ലാം ലോജിക്കൽ ഫോർമുലയിൽ വരുന്നതാണ്. ടെസ്റ്റ് ഫോർമുലയിലാണ് കോൺകാറ്റ്, ലെഫ്റ്റ്, LEN, മിഡ്, ലോവർ എന്നൊക്കെ ഫോർമുല. ടെസ്റ്റ് ഫോർമുല 35 ഉണ്ട്. ഡേറ്റ് ആൻഡ് ടൈമിലാണ് ഡേറ്റ് വെച്ചിട്ട് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റും ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 24 ഫോർമുല ഉണ്ട്. ലുക്കപ്പ് ആൻഡ് റെഫറൻസ്, ചൂസ്, കോൾ, എക്സ്പാൻഡ്, ഫിൽറ്റർ, ലുക്കപ്പ്, എസ്റ്റാക്ക്, ഇൻഡെക്സ്, ചൂസ്, ലുക്കപ്പ് എല്ലാം ലുക്കപ്പ് ഫോർമുലയാണ്. മാച്ച്, ടു കോൾ, ട്രാൻസ്പോസ്, യുണീക്ക്, ലുക്കപ്പ്, സ്റ്റാക്ക്, ലുക്കപ്പ് നമുക്ക് വളരെ ഉപയോഗമുള്ള ഫോർമുലാസ് ആണ്. അങ്ങനെ 39 എണ്ണം ഉണ്ട് ലുക്കപ്പ് ആൻഡ് റെഫറൻസിന്റെ ഗ്രൂപ്പിൽ. പിന്നെയുള്ള മാത്സ് ആൻഡ് ട്രിഗണോമെട്രി ആയിട്ട് കാണിച്ച സമ്മീഫ്, അഗ്രിഗേറ്റ്, കൊമ്പൈൻ, കോസ്റ്റ്, കോട്ട്, ഇതെല്ലാം ഇതാണ്. അങ്ങനെ 68 ഫോർമുലയാണ്. അപ്പൊ എല്ലാം കൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഇച്ചിരി പാടാണ്. നമ്മൾക്ക് നമ്മളെ വേണ്ട എന്താണെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ഉണ്ട്, കൗണ്ട് ഉണ്ട്, ഫോർകാസ്റ്റ് ഉണ്ട്, റാങ്ക്, അങ്ങനെ 48 ഫോർമുല ലൈബ്രറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തപ്പിയെടുത്ത് വേണം ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ട് ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് തന്നെ അടിച്ചു കൊടുക്കാനുള്ള അതുണ്ടായിരിക്കണം. ടൈപ്പ് ഓഫ് റെഫറൻസ്, സിംഗിൾ സെൽ റെഫറൻസ് ഉണ്ട്. അറേ റെഫറൻസ്, എങ്ങനെയാണ് അറേ റെഫറൻസ് കാണിക്കുന്നത്? നോൺ കണ്ടിന്യൂസ് സെൽസ് ആണെങ്കിൽ എങ്ങനെ നമ്മൾ കാണിക്കുക, സെല്ലിനകത്ത് എങ്ങനെയാണ് അതിന്റെ സെലക്ഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് റെഫറൻസ്. സിംഗിൾ സെൽ സെലക്ഷൻ അഡ്രസ് സെല്ല് എങ്ങനെ കാണിക്കും, ഒരു അറേ ആണെങ്കിൽ എങ്ങനെ കാണിക്കും, അങ്ങനെ പറയുന്നത്. അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സം ഓഫ് ഫോർമുല, വാട്ട് ഈസ് സം ഫോർമുല, എന്താണ് സം ഫോർമുലയാണ്. സം ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സം ഫോർമുല? സം ഫോർമുല ഇസ് ആക്ച്വലി യൂസ് ടു ആഡ് അപ്പ് നമ്പേഴ്സ് ഇൻ എ റേഞ്ച് ഓഫ് സെൽസ് ഓർ ഇൻഡിവിജ്വൽ വാല്യൂ. നമുക്കെല്ലാം മിക്കവാറും അറിയാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഗുണം എന്ന് പറഞ്ഞാൽ നോൺ ന്യൂമറിക് വാല്യൂസ് ഇൻ ദ റേഞ്ച് ആർ ഇഗ്നോർഡ്. ഫോർമുല സെൽ സം ഫോർമുല കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ടെസ്റ്റ് ഫോർമുല ഉണ്ടെങ്കിൽ, ടെസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ലോജിക്കൽ ഫോർമുലയാണ്. ഈ ഫംഗ്ഷൻ ഉണ്ട്, ഒരു കണ്ടീഷൻ, ഒരു ലോജിക്കൽ കണ്ടീഷൻ, ട്രൂ ഓർ ഫാൾസ് പറയുന്ന ഒരു കണ്ടീഷൻ. ഇന്നും മഴ പെയ്യുകയാണെങ്കിൽ കുട കൊണ്ടുവരണം. അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ എന്നുള്ളല്ലോ, യെസ് ഓർ നോ, ട്രൂ ഓർ ഫാൾസ്, അവിടെ ഒരു ഉത്തരം വരുന്നതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. ഈ കണ്ടീഷൻ, അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഈഫ് കണ്ടീഷൻ, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫാൾസ്. ഈഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 25 പുട്ട് പാസ്ഡ്, അല്ലെ അതർവൈസ് ഫെയിൽ. അങ്ങനെ നമുക്ക് കൊടുക്കുക. ഈ ഫോർമുല കൊടുക്കുക. ഒരു ഡാറ്റ തരും. നെസ്റ്റഡ് ഈഫ് എന്ന് വെച്ചാൽ ഒരു ഈ ഫോർമുലയിൽ പല ടൈപ്പ് ഈഫ് കൊടുക്കുകയാണെങ്കിൽ, ഇഫ് കണ്ടീഷൻ കൊണ്ടുവരികയാണെങ്കിൽ 2 കണ്ടീഷൻ ഒരേ സമയത്ത് ഒരു കണ്ടീഷൻ നോക്കുള്ളൂ. എങ്കിൽ ഒരു കണ്ടീഷൻ ഫെയിൽ ആയ അടുത്ത കണ്ടീഷനിലോട്ട് പോകുന്ന അതിനെയാണ് പറയുന്നത് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. 2 കണ്ടീഷൻ ഓരോ ടൈമിൽ ഒരു കണ്ടീഷൻ വീതം 2 കണ്ടീഷൻ ചെയ്യുന്ന ലോജിക്കുന്നതാണ് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് ഓർ ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആൻഡ് ഫോർമുല ഉപയോഗിക്കും. ഈഫിനോട് കമ്പൈൻ ചെയ്ത് ആൻഡ് ഫോർമുല ഉപയോഗിക്കും. ഓർ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട് തരണമെന്ന് പറയുന്ന ഫോർമുലയാണ് ഈഫ് ആൻഡ് ഓർ. ഈഫും ആൻഡും കൂടെയുള്ള കോമ്പിനേഷൻ. വാട്ട് ഈസ് സ്റ്റാറ്റിക്കൽ ഫോർമുല എന്ന്? സ്റ്റാറ്റിക്കൽ ഫോർമുല ഈസ് എക്സൽ ഹെൽപ്പ് അനലൈസ് ആൻഡ് സമ്മറൈസ് ഡാറ്റ ത്രൂ വേരിയസ് കാൽക്കുലേഷൻ ലൈക്ക് ആവറേജസ്, മീഡിയൻ, മാക്സിമം, മിനിമം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആവറേജ് എന്ന് പറയുന്നത് ഫോർമുല സിൻടാക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ആവറേജ് റേഞ്ച്, അത്രേ ഉള്ളൂ. മീഡിയൻ എന്ന് മീഡിയൻ നമ്പർ. അപ്പൊ സ്റ്റാറ്റിക്സിന് നമുക്ക് അറിയാവുന്ന ആ വാക്കും അതിന്റെ റേഞ്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് തരും. മാക്സിമം ആയാലും മിനിമം ആയാലും ആവറേജ് ആയാലും എല്ലാം തരും. സ്റ്റാറ്റിക് പിന്നെ കൗണ്ട് ഈഫ്, സ്റ്റാറ്റിക് പെട്ടതാണ് കൗണ്ട് ഈഫ്, ആവറേജ് ഈഫ്, കൗണ്ട് ഈപ്സ്. രണ്ടാമത്തെ കൂടുതൽ കണ്ടീഷൻ ആണെങ്കിൽ കൗണ്ട് ഈപ്സ് കൊടുക്കും. ഈപ്സ് എന്നൊരു വാക്ക്, ഈഫ് അല്ല, കൗണ്ട് ഈപ്സ്, ആവറേജ് ഈപ്സ്, സം ഈപ്സ് എന്ന് പറഞ്ഞു. ലാർജ് ഡാറ്റ, ഇതിനകത്തുള്ള രണ്ടാമത്തെ ലാർജ് ഡാറ്റ വേണം സെറ്റിലുള്ള രണ്ടാമത്തെ ലാർജ് വെച്ചാൽ ലാർജ് ഫോമിൽ ഉപയോഗിക്കാം.
അതിന് ഏറ്റവും രണ്ടാമത്തെ സ്മോളസ്റ്റ് വേണമെങ്കിൽ അതിനുള്ള ഫോമിന് സിൻടാക്സ് സൈസ് സ്മോൾ റേഞ്ച് കൊടുക്കുക, എത്രാമത്തെ പൊസിഷൻ ആണ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇതെല്ലാം ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. റാങ്ക് എന്താണ് യൂസ് കേസ്, റാങ്കിങ് ദ ടോപ്പ് 3 പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദ സെയിൽസ്. ഒരു വലിയ ലാർജ് ഡേറ്റയില് ലാസ്റ്റ് ടോപ്പ് 3 പെർഫോമേഴ്സിന്റെ ഡേറ്റ പെറുക്കി തരാൻ പറഞ്ഞ ഫോമുലയാണ് റാങ്ക് ഫോമുല എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം വളരെ അറിയുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതെല്ലാം ഡേറ്റ കണ്ടുപിടിക്കാനും നോക്കാനും അനലൈസ് ചെയ്യാനും എല്ലാം ഉപയോഗിക്കാവുന്ന ഫോമുലകളാണ്. ഈ ലുക്കപ്പ് ഫോമുല വി ലുക്കപ്പ് ഉണ്ട്, വി ലുക്കപ്പ് ഉണ്ട്, എച്ച് ലുക്കപ്പ് ഉണ്ട്. വെർട്ടിക്കലായിട്ട് നമ്മൾ ലുക്ക് ചെയ്യുന്നതാണ് വി ലുക്കപ്പ്. വെർട്ടിക്കൽ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ മറ്റൊരു ടേബിളിൽ പോയി അത് കണ്ടുപിടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് നേരെയുള്ള എത്രാമത്തെ കോളത്തിലുള്ള ഡേറ്റ തരാൻ പറയുന്ന ഫോമുലയാണ് വി ലുക്കപ്പ് എന്ന് പറയുന്നത്. എച്ച് ലുക്കപ്പ് എന്ന് ഹൊറിസോണ്ടൽ ഡേറ്റനെ ലുക്ക് ചെയ്യുന്നത് എച്ച് ലുക്കപ്പ്. ഫോമുല എച്ച് ലുക്കപ്പ് പ്രോഡക്റ്റ് A1 3 അതാണ് ആ പ്രോഡക്റ്റ് റേഞ്ചിൽ പോയി പറ്റി ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് മൂന്നാമത്തെ കോളത്തിലുള്ള ഡേറ്റ തരണം എന്ന് പറയുന്നതാണ്. എക്സാക്ട് ഡേറ്റ തരണം എന്ന് പറയുന്നതാണ്. പിന്നെ എക്സ് ലുക്കപ്പ് ആണെങ്കിൽ നമ്മൾ ഇതിനെല്ലാം എക്സ് ലുക്കപ്പ് വി ലുക്കപ്പിന്റെ ഒക്കെ കില്ലർ എന്ന് പറയുന്നത്. എക്സ് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ഫോമുല 365 എക്സൽ 365 ഒരു പുതിയ ഫോമുലയാണ് എക്സ് ലുക്കപ്പ് എന്ന് പറഞ്ഞത്. ഫോമുലയുടെ സിൻടാക്സ് എന്ന് എക്സ് ലുക്കപ്പ് ബ്രാക്കറ്റ് 101 A2 to A10 ഇത് തപ്പിയെടുത്ത് 101 എടുത്തിട്ട് അതിന് B2 to B10 ഡേറ്റ തരണം എന്ന് പറയുന്ന ഫോമുലയാണ് എക്സ് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ അപ്രോക്സിമേറ്റ് മാച്ച്, ഫാൾസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സാക്ട് മാച്ച് വരും. എക്സ് ലുക്കപ്പ് വി ലുക്കപ്പ് വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് ലുക്കപ്പ് ഈസ് മോർ റിലയബിൾ, ഫ്ലെക്സിബിൾ, അലോയിങ് ടു ഫോർ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് സെർച്ചസ്. എക്സ് ലുക്കപ്പ് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും സെർച്ചും ഒരേപോലെ നടത്തും എക്സ് ലുക്കപ്പ് ആവും. വി ലുക്കപ്പിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു എക്സ് ലുക്കപ്പ് വന്നു. ഇൻഡെക്സ് ആൻഡ് മാച്ച് ലുക്കപ്പ് ഇൻ എക്സൽ ഫോർ ഫ്ലെക്സിബിൾ ലുക്കപ്പ്. ഇൻഡെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് A232 റിട്ടേൺ ദ വാല്യൂ അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ തേർഡ് ആൻഡ് സെക്കൻഡ് റോ. എന്ന പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാല് തേർഡ് റോയിലും സെക്കൻഡ് കോളമോട് ഇന്റർസെക്ട് ചെയ്യുന്നുള്ള ഡേറ്റ തരാൻ പറഞ്ഞാൽ ആ ഡേറ്റ എടുത്ത് തരുന്ന ഫംഗ്ഷനാണ് പറയുന്നത് ഇൻഡെക്സ് ഫംഗ്ഷൻ എന്ന്. മാച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ തരുന്ന ഫോമുലയാണ് മാച്ച് പൊസിഷൻ. ഇപ്പൊ ഇൻഡെക്സും മാച്ചും കൂടെ കമ്പൈൻ ചെയ്ത് വളരെ നല്ല കോമ്പിനേഷൻ ആണ്. ഈ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സ് ആൻഡ് മാച്ച് എന്ന ഫ്ലെക്സിബിലിറ്റി ക്യാൻ ലുക്കപ്പ് വാല്യൂസ് എനി കോളം, നോട്ട് ജസ്റ്റ് ഫസ്റ്റ് വൺ. ലൈക്ക് ബി ലുക്കപ്പ് ആണ് ഒരു കോളത്തിലോ ഒരു മാത്രം തെക്കുമ്പോൾ എക്സ് ലുക്കപ്പ് എനി റോയിൽ എന്റെ കോളത്തിലോ ഡേറ്റ തപ്പിയെടുത്ത് അതിന്റെ ഡേറ്റ പുറത്തേക്ക് കൊണ്ടുവരാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ പുറത്ത് കൊണ്ടുവരിക, മാച്ച് എന്ന് പറഞ്ഞാൽ റോ കണ്ടുപിടിക്കുക. അപ്പം ഇത് ഒരു കണ്ടീഷൻ വെച്ച് മാച്ച് ചെയ്തെടുത്ത ഡേറ്റയുടെ ആ ഡേറ്റ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡേറ്റ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇൻഡെക്സ് ഉപയോഗിക്കുക. അപ്പൊ ഇൻഡെക്സും മാച്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടു വിധത്തിലും മാച്ചും സിംപ്ലിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ഫോമുല നമുക്ക് അറിയാം, പ്രസന്റ് വാല്യൂ ഫോമുല അറിയാം. എന്നൊക്കെ അതെന്ന് പറയുന്നത് റിട്ടേൺ ദ ലംസം വാല്യൂ ടുഡേ ഫോർ ദി സീരീസ് ഓഫ് പേയ്മെന്റ്. കുറെ സീരീസ് ഓഫ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള അതിന്റെ ലംസം എത്രയെന്ന് കണ്ടുപിടിക്കുക, പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ഫോമുലയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ലോജിക് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫ്യൂച്ചർ വാല്യൂ നമുക്കറിയാം, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോമുല ഉപയോഗിക്കാം. അടുത്ത ഫിനാൻഷ്യൽ ഫോമുല PMT പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ദ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് റിക്വയർഡ്. ഒരു പേയ്മെന്റ് ഇതൊക്കെയാണ് കാൽക്കുലേറ്റ് മന്ത്ലി പേയ്മെന്റ് ഫോർ ലോൺ എന്ന് വെച്ചാൽ ലോൺ എമൗണ്ട് 5 ലക്ഷം ലോണുണ്ട്, ഇൻട്രസ്റ്റ് 7% ആനുവൽ മന്ത്ലി പറഞ്ഞിട്ടുണ്ട്. ടെന്യൂർ 360 മാസമാണെങ്കിൽ 30 ഇയേഴ്സിൽ 360 മന്താണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം, ഇപ്പൊ കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് എത്ര കണ്ടുപിടിക്കാനായിട്ട് PMT എന്ന ഫോമുല ഉപയോഗിക്കാം. നെറ്റ് പ്രസന്റ് വാല്യൂ നമുക്കറിയാം, അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോമുലയും ഇത് ഫിനാൻഷ്യൽ ഫോമുലയിലുണ്ട്. അടുത്തവൻ IRR കണ്ടുപിടിക്കുക. ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ ഓഡിറ്റും അനാലിസിസ് വളരെ ഈസി ആവും. IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, ഫോമുല IRR അതിന്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് മേക്സ് ദ NPV ഓഫ് ക്യാഷ് ഫ്ലോ 0. ടെസ്റ്റ് ഫോമുല വെച്ചാൽ കോൺകാറ്റിനേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺകാറ്റിനേറ്റ് A1 ഉള്ളതിന്റെ എന്നുവെച്ചാൽ കമ്പൈൻസ് ടെസ്റ്റിന്റെ സെൽ A1 വിത്ത് B1 അങ്ങനെ കമ്പൈൻ ചെയ്യാനായിട്ടുള്ളതാണ് കോൺകാറ്റിനേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫോമുല ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് എക്സ്ട്രാക്ട് ദ ക്യാരക്ടർ ഫ്രം ദ സ്റ്റാർട്ടിൽ നിന്ന് എടുക്കുന്ന ലെഫ്റ്റ് 5 അക്കം വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 അക്ഷരം വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് A1 5 ആ സെല്ലിലുള്ള 5 അക്ഷരങ്ങൾ പുറത്തോട്ടിട്ട് തരും. റൈറ്റ് എക്സാക്ട് ക്യാരക്ടർ ഫ്രം ദ എൻഡ്. എക്സ്ട്രാ ക്യാരക്ടർ വന്ന് റൈറ്റിൽ നിന്നാണ് വേണമെങ്കിൽ റൈറ്റ് നിന്ന് എടുക്കും, ലെഫ്റ്റ് ആണ് ലെഫ്റ്റ്
എന്ന് കൊടുത്താൽ മതി. മിഡാണ് മിഡ് എന്ന് കൊടുക്കാം. ലെന്ത് ആണ് ലെന്ത് ഓഫ് ദ ടെസ്റ്റ് കിട്ടും. ട്രിം ആണ് റിമൂവ് ദ എക്സ്ട്രാ സ്പേസസ് റിമൂവ് ചെയ്യാനുള്ള ഫോർമുലയാണ് ട്രിം. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് പ്രോപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഫോർമുല ടുഡേ എന്നൊരു ഫോർമുല ഉണ്ട്, നൗ എന്നൊരു ഫോർമുല ഉണ്ട്, ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്, നെറ്റ്വർക്ക് ഡേയ്സ് ഉണ്ട്. ടുഡേ എന്ന് പറഞ്ഞ പ്രോപ്പർ റിട്ടേൺ ദ കറണ്ട് ഡേറ്റ്. റിട്ടേൺ ടുഡേ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കറണ്ട് ഡേറ്റ് കിട്ടണമെങ്കിൽ ടുഡേ എന്നുള്ള ഫോർമുല വയ്ക്കാം. നൗ റിട്ടേൺ ദ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കിട്ടണമെങ്കിൽ നൗ എന്ന ഫോർമുല വയ്ക്കാം. കമ്പൈൻ ഇൻഡിവിജ്വൽ ഇയർ മന്ത് ആൻഡ് ഡേ വാല്യൂസ് ഇൻ സിംഗിൾ ഡേറ്റ് കൊടുക്കാൻ ഡേറ്റ് ഫോർമുല വയ്ക്കാം. ടൈം എന്ന് കമ്പൈൻ ഇൻഡിവിജ്വൽ ഹവർ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ് വാല്യൂസ് ഇൻ സിംഗിൾ ടൈം ടൈം എന്ന് ഫോർമുല വയ്ക്കാം. ഇയർ മന്ത് ഡേ എക്സ്ട്രാക്ട് ദ ഇയർ മന്ത് ഓർ ഡേ ഫ്രം എ ഡേറ്റ്. ഡേറ്റിലുള്ള ഇയറും മന്തും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ഇയർ എന്നുള്ള ഫോർമുല, മന്ത് എന്നുള്ള ഫോർമുല എടുക്കാം, ഡേ എന്നുള്ള ഫോർമുല എടുക്കാം. ഹവർ മിനിറ്റ് സെക്കൻഡ് എക്സ്ട്രാക്ട് ദ ഹവർ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ് ഫ്രം എ ടൈമിൽ നിന്ന് ഹവർ മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഹവർ എന്ന ഫോർമുല വയ്ക്കാം. മിനിറ്റ്സ് വേണമെങ്കിൽ മിനിറ്റ്സ് എടുക്കാം. സെക്കൻഡ് ആണ് ആ ഫോർമുല, ആ ടൈമിൽ നിന്ന് സെക്കൻഡ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. നെറ്റ്വർക്ക് ഡേയ്സ് ആണെങ്കിൽ കാൽക്കുലേറ്റ്സ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ബിറ്റ്വീൻ 2 days. എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നുള്ള കണ്ടുപിടിക്കാനായിട്ട് നെറ്റ് വർക്കിംഗ് ഡേയ്സ് കൊടുക്കാം. ഡേറ്റ ഡീഫ് കാൽക്കുലേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 days in the year, മന്ത് ഓർ ഡേയ്സ് ആണ് ഡേറ്റ് ഡിഫ് എന്നാണ്, ഡേറ്റ് ഡിഫറൻസ് എന്ന ഷോർട്ട് ഫോം കൊടുക്കാം. Dynamic updates that use today now for auto updating date and time calculation. സ്വിച്ച് സിംപ്ലിഫൈ ലോജിക് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി. നെസ്റ്റഡ് ഡീഫിന് പകരമായിട്ടാണ് സ്വിച്ച് ഫോർമുല ഉപയോഗിക്കാം. അതാണ് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് നെസ്റ്റ് ഡീഫ് സ്റ്റേറ്റ്മെന്റ്. റീഡബിലിറ്റി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻറ്റെയിൻ. ആ ഫോർമുല കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നെസ്റ്റ് ഡീഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുല ആയിട്ട് നമുക്ക് തോന്നും. Perform faster than multiple if checks in large data sets. Use cases, category assignment, assign label based on numeric codes, grading system, convert score to grades. എല്ലാം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കോമൺ എറേഴ്സ് നമ്മൾ ഇതിനകത്ത് എക്സലിലാണ് കോമൺ എററിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. കുറെ എറേഴ്സ് ഒക്കെ ഉണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യാന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ നമ്മൾ നോക്കുന്ന അറിയിക്കാൻ പോകുന്ന ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്റർഫേസ് നമ്മൾ പഠിച്ചു. ഫോർമാറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. ഹോമിന്റെ അടിയിലുള്ള ബട്ടൺസ് വെച്ചാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ പഠിച്ചത്. നാവിഗേഷൻ കൺട്രോൾ പ്ലസ് റൈറ്റ് ക്ലിക്ക്, റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പഠിച്ചു. അത് സെലക്ട് ചെയ്യാൻ എങ്ങനെ ഡേറ്റ അതിൻ്റെ ഇടയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ആരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടേബിളിൽ മൊത്തം ഡേറ്റ സെറ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ കണ്ടു. ഈ പേജ് നമ്മൾ അക്ഷരമുള്ള പേജുകൾ നമ്മൾ അങ്ങോട്ട് കയറി പോകണമെങ്കിൽ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺലോഡ് ഒക്കെ പറഞ്ഞ് എക്സൽ ഫോർമുല നമ്മൾ കണ്ടു. കൺസെപ്റ്റ് ആൻഡ് റൂൾസ്, എക്സൽ ഫോർമുല എഴുതാനുള്ള കൺസെപ്റ്റ് റൂൾ നമ്മൾ കണ്ടു. ലുക്കപ്പ് സം ഫോർമുല, ലോജിക്കൽ ഫോർമുല, ലുക്കപ്പ് ഫോർമുല, സ്റ്റാക്കബിൾ എല്ലാം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഇൻഡെക്സ് ഫോർമുല, മാച്ച്, ഫിനാൻഷ്യൽ ടെസ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം, സ്വിച്ച് ഫോർമുല. നമ്മളിപ്പോൾ ഈ ഫോർമുല എല്ലാം ജസ്റ്റ് ആദ്യം ഒരു കുറച്ച് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ് ഈസി ആയിട്ടിരിക്കും. ഡേറ്റ വെച്ച് നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. പഠിക്കുന്ന ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ സം പഠിക്കാം, ലോജിക്കൽ ഫോർമുല പഠിക്കാം, ലുക്കപ്പ് ഫോർമുല പഠിക്കാം, സ്റ്റാറ്റിക്കൽ ഫോർമുല പഠിക്കാം, ഇൻഡെക്സ് ആൻഡ് മാച്ച് പഠിക്കാം, ഫിനാൻഷ്യൽ ടെസ്റ്റ് ഡേറ്റ പഠിക്കാം, ഡേറ്റ് ആൻഡ് ടൈം പഠിക്കാം, സ്വിച്ച് ഫോർമുലാസ് പഠിക്കാം. കോമൺ എറേഴ്സ് എന്നൊക്കെയാണ് നമുക്ക് പറയാം. ഇനി അടുത്ത പാർട്ട് 2-ലായിട്ട് അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന എക്സൽ ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട് ഒക്കെ നോക്കുന്നത്. എക്സൽ പിവോട്ട് ടേബിൾസ് പഠിക്കാനുണ്ട്. കൺസെപ്റ്റ് ഓഫ് സ്പിൽ അറേ നമ്മൾ പഠിക്കാനുണ്ട്. ന്യൂ ഫോർമുലാസ് ഇൻ എക്സൽ 365, എക്സ് ലുക്കപ്പ്, sort by, unique, rand array and അതിന്റെ കോമ്പിനേഷൻസ് എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യാം.